ഒരു മോർണിംഗ് മീറ്റിൽ കാണാൻ സാധിച്ചതിൽ എന്തായാലും ഷമീർ സാർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഹാപ്പിയാണ് നമ്മൾ ഇന്നത്തെ ഒരു പ്രൊജക്റ്റില്. കാരണം നമ്മളെല്ലാവരും എത്തി വന്നിരിക്കുന്ന സ്ഥലം സേഫ് ആയതുകൊണ്ടാണ് ആ ഒരു ഹാപ്പിനെസ് ഉള്ളിൽ നിന്നും ഫീൽ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം നമ്മളെല്ലാവരും വലിയൊരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തത്തിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം പേര് ഷമീർ സാർ സൂചിപ്പിച്ചു, പേര് ജിതിൻ എന്നാണ്. താമസിക്കുന്നത് ആലപ്പുഴ ജില്ലയില്. ആലപ്പുഴയ്ക്കും എറണാകുളത്തിനും ബോർഡറായിട്ട് വരും. അരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഷമീർ സാർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മേഖലയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, മാർക്കറ്റിംഗ് ഫീൽഡുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. എന്താണ്, ഒരു ടെക്നിക്കൽ ഫീൽഡായിരുന്നു. സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്നതാണ്. ഒരു 10 വർഷം ആ ഒരു മേഖലയിലായിരുന്നു. ഷമീർ സാർ പറഞ്ഞു കഴിഞ്ഞ ഒരു 3 മാസമായിട്ട്. പക്ഷെ എന്റെ അടുത്ത് വെച്ച് നോക്കിയാൽ ഞാൻ ആ ഒരു 10 വർഷത്തെ എന്റെ ആ ഒരു മേഖല വിട്ടിട്ട് പൂർണ്ണമായിട്ടും ഈ ഒരു മേഖല ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ പൂർണ്ണമായിട്ടും അത് ഉപേക്ഷിച്ചുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. അതിനുശേഷമാണ് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ കഴിവോ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷനോ നമ്മുടെ കുടുംബ പാരമ്പര്യമോ നമ്മൾ ഏത് അവസ്ഥയിലാണ് ഇപ്പോഴും ഇതൊന്നും ഡയറക്ട് സെല്ലിംഗിൽ ഒരു അച്ചീവ്മെന്റിനോ നമ്മൾ ഒരിക്കലും ബാധിക്കത്തില്ല. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് ബൈ എക്സ്പീരിയൻസിലാണ്, എന്റെ എക്സ്പീരിയൻസിലാണ്. കാരണം ഞാൻ എല്ലാം A to Z കാര്യങ്ങൾ ഞാൻ പഠിച്ചത് ഈ ഒരു മേഖലയിൽ വന്നിട്ടാണ്. അപ്പൊ ഓൾറെഡി സൗത്ത് ഇന്ത്യൻ ടീം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സ്കൂളിലും കോളേജുകളിലൊക്കെ പഠിച്ചു വരുന്ന വ്യക്തികളാണല്ലേ. എല്ലാം ശരിയാണ്, എനിക്കറിയാം. എന്റെ മുൻപിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികളും എന്നെക്കാളും അറിവും കഴിവും എല്ലാം കൊണ്ടും നമ്മളെല്ലാം തികഞ്ഞ ആൾക്കാരാണ്. പക്ഷെ നമ്മളെ സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ അതിന്റെ ഒരു യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ലോകത്തൊരൊറ്റ പേരേ ഉള്ളൂ, അത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ ഈ ഇൻഡസ്ട്രിയാണ്. സൗത്ത് ഇന്ത്യൻ ടീമിനെ പറ്റി ഞാൻ പറയാൻ കാര്യം, അത് ഞാൻ SITയുടെ പാർട്ടായിട്ട് ഞാൻ കഴിഞ്ഞ ഒരു 3-4 വർഷം മുമ്പ് വരുന്ന ടൈമിന് എനിക്ക് കിട്ടിയ ഇവിടെ നിന്ന് മുഹമ്മദ് റാഫി സാർ ഉൾപ്പെടെ എനിക്ക് ലഭിച്ച അദ്ദേഹത്തിൽ നിന്നൊക്കെ ലഭിച്ച അറിവുകളാണ് ഇന്ന് ഏതെങ്കിലും ചെറിയ അച്ചീവ്മെന്റ്സിലോട്ടൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് മുതലുള്ള അറിവുകളാണ് എന്നെ ആ ഒരു അച്ചീവ്മെന്റ്സിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു പ്രഭാതത്തില് നമ്മൾ ഒത്തുകൂടിയിട്ടുണ്ട്. ഓൾറെഡി നമുക്കറിയാം, നമ്മള് വെറുതെ കാര്യങ്ങൾ സംസാരിച്ചു പോവുക എന്നുള്ളതല്ല, അതിലുപരിയായിട്ട് നമ്മുടെ പ്ലാൻ എന്താണ് MR മുൻപിലേക്ക് വെക്കുന്നത്. അത് നമുക്കറിയാം, നമ്മൾ ഇന്ന് MRന്റെ പാർട്ടാണ്, മണിറായ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ പാർട്ടാണ്. എന്നിരുന്നാൽ കൂടി എന്താണ് MR നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുന്ന അവസരമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കടമ എന്തുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എന്തായാലും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അതിലേക്ക് പോവാം. വേറൊന്നുമല്ല, നമ്മൾ ഇന്ന് കൂടുതൽ കാര്യങ്ങൾ പ്രൊഡക്റ്റിനെയോ കാര്യങ്ങളെയോ പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇൻകം പ്ലാൻ എന്താണ്, ഇൻകം പ്ലാൻ എന്നും അത് ചെറുതായിട്ട് എങ്ങനെ ചെയ്താൽ വിജയിക്കാൻ പറ്റും. ഇപ്പൊ ഷമീർ സാർ പറഞ്ഞു ഓൾറെഡി ഞാൻ 24/7 ആണ്. ഞാൻ മാത്രമല്ല, ഷമീർ സാർ ഉൾപ്പെടെ നമുക്കറിയാം പല ലീഡേഴ്സും 24/7 ആണ്. അതാവാനായിട്ടുള്ള കാരണം നാളെയോ മറ്റന്നാളോ ഉള്ള ഒരു അച്ചീവ്മെന്റ് അല്ല. നമുക്ക് എന്തുണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരു ദീർഘവീക്ഷണമുണ്ട്. ഓൾറെഡി നമ്മൾ നമ്മുടെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം MR മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, മണിറായ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി കഴിഞ്ഞ 1 year ആയിട്ട് 2024 മെയ് 1 തൊഴിലാളി ദിനത്തിൽ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ MD ആയിട്ട് വരുന്നത് നിതിൻ മഞ്ചപ്പ. അദ്ദേഹം ഒരു IT ടെക് ആണ്. അപ്പൊ ഇന്നലെയും കൂടി ഞാനൊരു വ്യക്തിക്ക് നമ്മുടെ പ്ലാൻ പ്രസന്റ് ചെയ്തു, നമ്മുടെ സൈറ്റ് എടുത്ത് ഞാൻ കാണിച്ചു കൊടുത്തു. അതില് പല കാര്യങ്ങളും വിവരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് ഏകദേശം 28 വർഷത്തെ ഡയറക്ട് സെല്ലിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ IT പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 100% അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ്, ഇതിന്റെ വർക്കുകൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അത് മാത്രമല്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഇപ്പൊ ഒരു 28 വയസ്സുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ വിഷൻ ആയിരിക്കും നാളത്തെ വലിയ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു പാർട്ടാകാൻ പോകുന്നത്. കാരണം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ ഇദ്ദേഹത്തിന്റെ വിഷൻ വേറിട്ടതാണ്. ഞാനിത് പറയാൻ കാരണം ഇത്തരത്തിലുള്ള വ്യക്തികളെ നമുക്ക് ഇതിനു മുമ്പ് പരിശോധിച്ചാൽ കാണാനായിട്ട് പറ്റുന്നുണ്ടോ? കാരണം അറിയോ, ഫ്ലിപ്കാർട്ടിന്റെ ഓണേഴ്സ് സച്ചിൻ ബൻസാലി, ബെന്നി ബൻസാലി 2 യുവാക്കളായിരുന്നു. അവർ തുടങ്ങിയ ഒരു ആശയം ഈ 2020 ഏകദേശം 1,35,000 കോടി രൂപയുടെ ടേൺ ഓവർ അവർക്കൊരു 3-4 വർഷം കൊണ്ട് ഉണ്ടാക്കിയെങ്കിൽ നമ്മുടെ കമ്പനി അതുപോലെ തന്നെ സെയിം സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് ഇയറിൽ 5 കോടി ടേൺ ഓവർ ആണ്. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്ത സംഭവം, കാരണം നമ്മളെ ഞെട്ടിച്ച സംഭവം വേറൊന്നുമല്ല, ആ 5 കോടിയിൽ 2.5 കോടി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇനി ലീഗൽ സർട്ടിഫിക്കേഷൻ
ഓക്കെ ആണെങ്കിൽ, സുഹൃത്ത് ലീഗൽ സർട്ടിഫിക്കറ്റ് ഓക്കെ ആണെങ്കിൽ, ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളോട് പറയാം. കാരണം ഇന്നൊരു കമ്പനി കേരളത്തിലേക്ക് വന്നിട്ട് ഒരു 1 മന്ത് നമുക്ക് തികയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ. അതിനുള്ളിൽ ചാലക്കുടിയിൽ ഓഫീസ് വരണമെങ്കിൽ, GST അടിച്ച് കമ്പനിയുടെ ഓഫീസ് വരണമെങ്കിൽ എന്തായിരിക്കും നമ്മുടെ വിഷൻ? നമ്മൾ അത് മാത്രം ചിന്തിച്ചാൽ മതിയല്ലേ. കാരണം അതെല്ലാം 100 ലീഗാലിറ്റി ഓക്കെയാണ്, കമ്പനിയുടെ പ്രൊഫൈൽ ഓക്കെയാണ്, MD ഓക്കെയാണ്, വിഷൻ ഓക്കെയാണ്. ഇനി കമ്പനിയുടെ പ്രൊഡക്റ്റുകളിലേക്കൊന്നും നമ്മൾ കൂടുതലായിട്ട് പോകുന്നില്ല. നമുക്കറിയാം ഓൾറെഡി RK സാറ് കൃത്യമായിട്ട് എല്ലാ സൺഡേയിലും ഓരോരോ പ്രൊഡക്റ്റും വ്യക്തമായിട്ട് നമ്മുടെ കയ്യിലേക്ക് തരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു പോകാം. കമ്പനിയുടെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് ഓൾറെഡി ഹെർബൽ ആയിട്ട് പേഴ്സണൽ കെയർ ഐറ്റംസ് ഉണ്ട്. കാരണം നമ്മുടെ ഫേസ് വാഷ് ഉൾപ്പെടെ, ലിപ് ബാം ഉൾപ്പെടെ, ഫേസ് ഗ്ലോ പ്രൊഡക്റ്റ് ഉൾപ്പെടെ അങ്ങനെ വരുന്ന ഫാഷനബിൾ പ്രൊഡക്റ്റുകൾ, ഹെൽത്ത് പ്രൊഡക്റ്റുകൾ, നമ്മുടെ ഡയബറ്റീസ്, കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ, അതുപോലെ തന്നെ സ്റ്റെം സെൽസ് പോലുള്ള പ്രൊഡക്റ്റുകൾ, പ്ലാന്റ് ബേസ്ഡ് സ്റ്റെം സെൽസ് ആണോ, നമുക്ക് വേറെ എവിടെയും ലഭിക്കാത്ത, നമ്മുടെ കമ്പനി MD നമ്മളോട് പറഞ്ഞാണ് നമ്മുടെ പ്ലാന്റ് ബേസ്ഡ് സ്റ്റെം സെൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ സാനിറ്ററി നാപ്കിനുകൾ 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അതുപോലെ നമ്മുടെ വീട്ടിലേക്കുള്ള എന്താണ് ക്ലീനിങ് സൊല്യൂഷൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അതിപ്പോ ആർപ്പിക്ക് പോലെ, നമ്മുടെ ഡിഷ് വാഷ് പോലെ, ലിക്വിഡ് പോലെ, അതുപോലെ സോപ്പ്, ഷാംപൂ, പേസ്റ്റ്, കൂടാതെ ബയോമാഗ്നറ്റിക് തെറാപ്പി പ്രൊഡക്റ്റ്. ഇതിനെപ്പറ്റിയൊന്നും ഞാൻ നിങ്ങളോട് ആധികാരികമായിട്ട് പറയണ്ട, കാരണം അതില് പഠിച്ച് എന്താ പറയുന്നത് തഴമ്പുള്ള വ്യക്തികളാണ്. കാരണം ബയോമാഗ്നറ്റിക് തെറാപ്പി എന്താണെന്നും ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്നും ഏകദേശം 30ഓളം രാജ്യങ്ങളിൽ ഗവൺമെന്റ് അപ്രൂവൽ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറാപ്പി സിസ്റ്റമാണ് മാഗ്നറ്റിക് തെറാപ്പി. നമ്മളത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിൽ ബയോമാഗ്നറ്റിക് തെറാപ്പിക്ക് വ്യക്തമായിട്ട് എന്തുണ്ട്, ലീഗാലിറ്റി വന്നിട്ടുണ്ട്. ഇനി അത് എന്തുകൊണ്ടാണ് അതിന്റെ പ്രയോജനം? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പുറത്ത് ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, ഒരു റോങ് പ്രൊമോഷൻ നമ്മൾ കൊടുക്കാറില്ലല്ലേ. നമ്മൾ പറയാറുള്ളത് എന്താ, ഈ N35 നിയോഡൈമിയം 35 എന്ന് പറയുന്ന ഈ ഒരു മാഗ്നറ്റ് നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ ബ്ലഡിന്റെ സർക്കുലേഷൻ പ്രോപ്പർ ആവും. ഈ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവുന്നതിലൂടെയാണ് ഏകദേശം 220ഓളം അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഓൾറെഡി ഈ പിക്കിൽ തന്നെ കാണിച്ചിട്ടുണ്ട്, പാദരക്ഷകൾ ലോകത്തിലെ ഏറ്റവും വലിയ അപകടകരമായ കണ്ടുപിടുത്തം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിവേകാനന്ദൻ, ഡോക്ടർ വിവേകാനന്ദൻ, ആ ഒരു പ്രൊഫസറാണ് കേരള കോൺഗ്രസിൽ എഴുതുന്ന. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എർത്തുമായിട്ടുള്ള ഒരു ബന്ധം എന്ത് ചെയ്യുന്നില്ല. ഇന്ന് മനുഷ്യന് മാത്രം കിട്ടുന്നില്ല, ലോകത്ത് ചെരുപ്പിടുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. നമുക്കല്ലേ ഇത്രയേറെ പ്രശ്നങ്ങൾ. ഇതൊക്കെ മറ്റു ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതുകൂടാതെ നമ്മൾ ഇന്ന് അത് മാത്രമൊന്നുമല്ല, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡ് കറക്റ്റ് അല്ല, അല്ലെ? അതിനാണ് നമ്മുടെ കമ്പനി MR കമ്പനി നമുക്ക് ഹെൽത്ത് പ്രൊഡക്റ്റുകൾ നമുക്ക് തന്നിട്ടുള്ളത്, വെൽനസ് പ്രൊഡക്റ്റുകൾ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം നമുക്ക് കറക്റ്റ് അല്ല. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ അന്തരീക്ഷം മലിനമാണ്. ഏറ്റവും കൂടുതൽ പ്രോബ്ലം നമ്മൾ ഇന്ന് സൂം പ്രോഗ്രാമിലാണ്, അല്ലെ? എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്. ഇതിന്റെ റേഡിയേഷൻ, ഇതെല്ലാം അകറ്റാനായിട്ട് ബയോമാഗ്നറ്റിക് തെറാപ്പി വഴി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഒറ്റ ചോദ്യമേ ഉള്ളൂ, നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്? വാട്ട് കാൻ ഐ ഡു? നമ്മൾ എന്തിനാണ്, നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സംഭവം കേട്ടോ. ഞാൻ നിങ്ങളോട് 100% ഓപ്പൺ ആയിട്ടാണ് സംസാരിക്കുന്നത്. അതൊരു ട്രെയിനിങ്ങോ ക്ലാസ്സോ പ്രോഗ്രാമോ ആയിട്ടോ ഒന്നും നിങ്ങൾ കരുതണ്ട. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് വരെ എന്റെ മുൻപിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനി കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് മാർക്കറ്റിംഗ് സംവിധാനത്തിൽ നിന്നിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇന്ന് MRൽ സീരിയസ് ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യം ഉണ്ടാവും. എന്താണ്? ക്രിയേറ്റ് എ നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ. ഒരു നെറ്റ്വർക്ക് പീപ്പിൾസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം, അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു മോട്ടിവേഷണൽ സ്പീച്ചിൽ കേട്ടൊരു സംഭവമാണ്, പലരും പാഷനബിൾ ആയിട്ട് ചെയ്യുന്നു എന്ന് പറയും. എന്താണ് പാഷനബിൾ എന്ന് വെച്ചാൽ സിമ്പിളാണ്. പാഷനബിൾ ആയിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലിക്ക് നാളെ കിട്ടുന്ന ഒരു പ്രതിഫലം നോക്കിയിട്ട് ചെയ്യുന്നതല്ല പാഷനബിൾ. ഞാൻ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തി ആയിക്കോട്ടെ, ആ പ്രവൃത്തിയോടുള്ള ഇഷ്ടം, അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ് പാഷനബിൾ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓൾറെഡി ക്യാഷ് എന്ത് ചെയ്യും, ബൈ ബാക്ക് ആണ് നമുക്ക് വരും. ഇപ്പൊ നമ്മുടെ പാഷൻ, നമ്മുടെ ഓരോരുത്തരുടെയും പാഷൻ എന്തായിരിക്കണം? ക്രിയേറ്റ് എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു പാഷൻ ആയിരിക്കും. ഇനി MRൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ഫസ്റ്റ് സംഭവം എന്താ? MRൽ ഒരു വ്യക്തി, ഇപ്പൊ എന്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ ക്രൈറ്റീരിയ ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി അതിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക, എങ്ങനെ ക്രൈറ്റീരിയ ഫില്ല് ചെയ്യാം? സുഹൃത്തെ, അതാണ് നമ്മുടെ മുൻപിലുള്ള MRലെ ആദ്യത്തെ കടമ്പ. നമ്മൾ എപ്പോഴും പറയും പഠിച്ചു ചെയ്യേണ്ട ബിസിനസ്സാണ്. ശരിയാണ്, പഠിച്ചു ചെയ്യണം. ഡയറക്ട് സെല്ലിംഗ് പഠിച്ചു ചെയ്യണം, അതിൽ ഒരുപാട് അറിവുകൾ വേണം.
പക്ഷെ ഞാൻ പറയും, ഒരു വ്യക്തി കടന്നു വന്നാൽ നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങനെ അടുത്ത 7 ദിവസം കൊണ്ട് ക്രൈറ്റീരിയ വിൻ ചെയ്യാം, ഇത് മാത്രമായിരിക്കണം. എന്ത് ചെയ്യണം? ക്രൈറ്റീരിയ വിൻ ചെയ്യാൻ നമ്മൾ 2 കണ്ടീഷനാണ് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് 2 ഡയറക്റ്റ് റെഫറലാണ്. 2 ഡയറക്റ്റ് റെഫറൽ നമ്മുടെ യൂണിറ്റ് 1-ലും യൂണിറ്റ് 2-ലും കൊടുക്കുക എന്നുള്ളതാണ്. സുഹൃത്തെ, ആ ഡയറക്റ്റ് റെഫറിലൂടെ തന്നെ 3000 PV ഫസ്റ്റ് ഓർഗനൈസേഷനിലും സെക്കൻഡ് ഓർഗനൈസേഷനിലും 3000 PV നമുക്ക് വരണം. ഇത് സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാട്ടോ. കാരണം ഞങ്ങൾക്ക് ഒരുപാട് പേര് ഈ പ്ലാൻ കൊടുത്തിട്ട്, ഒരുപാട് പേര് നമ്മൾ ഉൾപ്പെടെ ഇതെങ്ങനെയാ കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാം. എന്ത് ചെയ്താൽ മതി? നമ്മളൊരു 4000 ഒരു പാക്കേജ് എടുത്ത് 2 സ്റ്റെം സെൽസിന്റെ പ്രൊഡക്റ്റ് എടുത്ത് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവര് ക്രൈറ്റീരിയ വിജയങ്ങൾ എന്ത് ചെയ്താൽ മതി? നമുക്കൊന്നെങ്കിൽ 995ന്റെ ബ്ലാങ്കറ്റ് നമുക്ക് എടുക്കാം. 4.5 വരുന്ന ബ്ലാങ്കറ്റ് നമുക്ക് എടുക്കാം. അതിന്റെ 3000 PV എടുക്കാം. സുഹൃത്തെ, ഇനി അതല്ല, നിങ്ങൾ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കും. എന്താണെന്നറിയോ? നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ്, ഒരു ബിസിനസ് ആണ്, നാളേക്കുള്ള ഒരു പ്രൊജക്റ്റാണ്. അങ്ങനെ കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയോ? ഇത് അടുത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൊരു ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 5000 രൂപ വർത്തുള്ള. കമ്പനി പറയുന്നത് നമുക്ക് എപ്പോ വേണമെങ്കിലും ക്രൈറ്റീരിയ വിൻ ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ ഒരു 7 ഡേയ്സിനുള്ളിൽ നിങ്ങൾ ക്രൈറ്റീരിയ വിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 5000 രൂപ വർത്തുള്ള വെൽനസ് പ്രൊഡക്റ്റിന്റെ ഒരു പാക്കേജ് കമ്പനി ഫ്രീ ആയിട്ട് വരും. സുഹൃത്ത്, അവിടെയാണ് കുറച്ച് അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കേണ്ടത്. എന്താണെന്നറിയോ? ഒരു 4000 രൂപയ്ക്ക് നമ്മൾ ഒരു പ്രൊഡക്റ്റ് എടുത്ത് കടന്നു വന്നാൽ നമുക്ക് 2 സ്റ്റെം സെൽസ് കിട്ടും. നമുക്കറിയാം, ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യണം? പുറത്തേക്ക് കാണിക്കണം, നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രൊഡക്റ്റുകളല്ല MR-ന്റെ. നമ്മൾ എന്ത് ചെയ്യണം? സുഹൃത്തെ, നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ 100% MR-ലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഞാൻ എന്റെ ഭാഷയിൽ പറയും, ഈ പറയുന്ന 2 സിംഗിൾ പ്രൊഡക്റ്റെങ്കിലും എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. എന്ത് ചെയ്യണം? ഒരു 3500 PV നമ്മുടെ ഫസ്റ്റ് ഓർഗനൈസേഷനിലും ലെഫ്റ്റ് ഓർഗനൈസേഷനിലും 3500 PV നമ്മുടെ ട്രൈനോട് നമ്മൾ വെക്കണം. അവിടെ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? അവിടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലിരിക്കും. എവിടെ പോയാലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? ഷോ ചെയ്യാൻ പറ്റും. മറ്റൊരു വ്യക്തിയുടെ മുൻപിൽ ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റും. നമ്മുടെ പ്രൊഡക്റ്റുകൾ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? 7 ദിവസം കൊണ്ട് ക്രൈറ്റീരിയ ഫിൽ ചെയ്യാം. സുഹൃത്ത്, 7 ദിവസം കൊണ്ട് ക്രൈറ്റീരിയ ഫിൽ ചെയ്തില്ല എന്ന് പറഞ്ഞ് യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. പക്ഷെ നിങ്ങൾ എന്നെ കേൾക്കുന്ന ഒരു വ്യക്തി, ഞാൻ പറയുന്നത് ഇന്നും ക്രൈറ്റീരിയ ഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം ആ ടാർഗറ്റ് ആയിട്ട് എടുക്കണം. ഞാൻ പറയണ, ഇന്നത്തെ ഒരു ദിവസം ടാർഗറ്റ് ആയിട്ട് എടുക്കണം. ഇന്ന് ആ ക്രൈറ്റീരിയ വിൻ ചെയ്യാനായിട്ടുള്ള പരിപാടി ചെയ്യണം. 2 വ്യക്തികളിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിക്കാനായിട്ടുള്ള പരിപാടി ചെയ്ത് നിങ്ങൾ ക്രൈറ്റീരിയ വിൻ ചെയ്യണം. കാരണം ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി സെയിൽസ് പ്രൊമോട്ടർ ആവും. അതല്ലാത്തവർ നിങ്ങൾ ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ സൈറ്റ് എടുത്ത് നോക്ക്. അതിൽ ബിഗിനർ ആണെങ്കിൽ ഒരു തുടക്കക്കാരനാണ്. നമുക്ക് പണ്ട് എത്ര ഈ പറയലേ ആനയുടെ പുറത്ത് കേട്ടിട്ടെന്ന് പറഞ്ഞാലും ആ തഴമ്പൊന്നും MR-ലില്ല. അതിപ്പോ ഞാനായിക്കോട്ടെ, ആരാണെങ്കിലും ഒന്നുമില്ല. നമ്മൾ തുടക്കക്കാരാ. ഞാനും നിങ്ങളും എല്ലാവരും തുടക്കക്കാരാ. ആ ബിഗിനറുമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സെയിൽസ് പ്രൊമോട്ടർ ആവണം. അതിന് ക്രൈറ്റീരിയ വിൻ ചെയ്യണം. ഇനി നമ്മുടെ കുറച്ച് എൻട്രി പാക്കുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് വൈകാട്ടായിട്ട് അറിയാം. 4000 സ്റ്റെം സെൽസ്. ഞാൻ ഇതിൽ ഒരൊറ്റ കാര്യം പറയാട്ടോ. നിങ്ങൾ പുറത്ത് കിട്ടുന്ന സ്റ്റെം സെൽസുമായിട്ട് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനെ കമ്പയർ ചെയ്താൽ പുറത്ത് 100 ഗ്രാമിന് 8000 രൂപയാണ്. പുറത്ത് 100 ഗ്രാമിന് 8000 രൂപയാണ് 100 ഗ്രാമിന് വരുന്നത്. ആ 100 ഗ്രാമിന് 8000 രൂപ വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് MR തരുന്നത്, അത് പ്ലാന്റ് ബേസ്ഡ് സ്റ്റെം സെല്ല് നമ്മുടെ കയ്യിലേക്ക് തരുന്നത് ഈ പറയുന്ന 400 ഗ്രാമിന് വെറും 4000 രൂപയ്ക്കാണ്. പുറത്ത് 32,000 രൂപ വിലയുണ്ടെന്ന്. അത് മനസ്സിലാക്ക്. ഞാൻ ഇപ്പൊ ഏകദേശം ഒരു 5 ഡേ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ്. അടിപൊളി റിസൾട്ടാ എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി ലെവലും പക്കായിട്ട് എന്റെ ഫാമിലിയിൽ ഫുൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എന്റെ ടീമിൽ യൂസ് ചെയ്യുന്നവരുടെ റിസൾട്ടുകൾ ഞാൻ കേട്ടു. അമേസിംഗ് റിസൾട്ടാണ് എന്ന് പറഞ്ഞാൽ പല്ലുവേദനയ്ക്ക് ഉൾപ്പെടെ, അവർക്കുണ്ടായിരുന്ന ബോഡി പെയിൻ ഉൾപ്പെടെ, തളർച്ചയ്ക്ക് ഉൾപ്പെടെ ഭയങ്കര റിസൾട്ട് കിട്ടുന്ന സ്റ്റെം സെൽസ് പ്രൊഡക്റ്റുകൾ. അതുപോലെ തന്നെ ബ്ലാങ്കറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ 10,000 ബ്ലാങ്കറ്റുകൾ നമുക്കുണ്ട്. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം 10,500 സിംഗിൾ മാട്രസ് പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതുപോലെ 13,100 ഫാമിലി കോട്ട് ബ്ലാങ്കറ്റ് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ 16,000 2 സിംഗിൾ ബ്ലാങ്കറ്റ് കിട്ടുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. കൂടാതെ 16,000 ഒരു വെൽനസ് പാക്കേജ് ഉണ്ട്. 17,000 സിംഗിൾ ഫുൾ തെറാപ്പി, നമ്മുടെ സിംഗിൾ ഫുൾ തെറാപ്പി പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ എലൈറ്റ് ബോക്സ് 18,000 6x6 കിട്ടുന്ന മാട്രസ് ആണ്. 18,500 3x6 2 മാട്രസ് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ
ന്റെ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. 33,000 സ്പെഷ്യൽ ഓഫർ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഡബിൾ കോട്ട് ഫാമിലി പാക്ക് ഉണ്ടെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 7,500 രൂപ കുറച്ച് നമുക്ക് കമ്പനിയിൽ നിന്ന് ലഭിക്കും. അങ്ങനെ സ്പെഷ്യൽ ഓഫർ ഉള്ള 33,000 പ്രൊഡക്റ്റുകളും ഓൾറെഡി എന്തുണ്ട് നമ്മുടെ കമ്പനിയിൽ അവൈലബിൾ ആണ്. ഞാനിത് സ്പീഡായിട്ട് ഞാൻ പറഞ്ഞു പോകുന്ന കാര്യം എന്ന് പറയാം, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത് എന്താ, പ്രൊഡക്റ്റ് ഓക്കെയാണ്, കമ്പനി ഓക്കെയാണ്. ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റബിൾ അല്ലാത്തൊരു കമ്പനിയിൽ എത്ര 100% സിസ്റ്റം ഇട്ടാലും വിജയിക്കത്തില്ല. ശരിയല്ലേ? പ്രോഫിറ്റബിൾ അല്ലാത്ത ഒരു കമ്പനി ആയിക്കോട്ടെ, ഒരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അതിലേക്ക് 100% സിസ്റ്റം വർക്ക്ഔട്ട് ചെയ്താലും വിജയിക്കത്തില്ല. സുഹൃത്തെ, നമ്മളെല്ലാവരും ഇന്ന് കയറി നിൽക്കുന്നത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ പാർട്ടായിട്ടാണ്. അവിടെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഹൗ ടു എൻ ഇൻകം, എങ്ങനെ നമ്മളിലേക്ക് വരുമാനം എത്തിക്കാം. നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇതുവരെ എനിക്കറിയാം ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്, കാരണം നമുക്ക് ഇനി വരുന്ന സെക്ഷനാണ് വേണ്ടതെന്ന്. കാരണം എല്ലാവരും പറയും ഹെൽത്ത് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. ശരിയാണ്, ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കണം. സുഹൃത്തെ, ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കാതെ ഹെൽത്ത് പ്രോബ്ലം വന്ന് നിൽക്കുന്നത് ആരാ? ഇതില്ലാത്ത ആൾക്കാരല്ലേ, ഈ ക്യാഷ് ഇല്ലാത്ത ആൾക്കാരെ. ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് വെൽനസ് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് യൂസ് ചെയ്തൂടെ? സുഹൃത്തെ, MR എങ്ങനെ നമുക്ക് ഇൻകം ഏൺ ചെയ്യാം? ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഒരു സെയിൽസ് പ്രൊമോട്ടറായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യണം, ഒരു ഫസ്റ്റ് ഓർഗനൈസേഷനും രണ്ടാമത്തെ ഓർഗനൈസേഷനും ഉണ്ട്. ലെഫ്റ്റും റൈറ്റും ഓർഗനൈസേഷൻ വരുന്ന വ്യക്തികളാണ് സെയിൽസ് പ്രൊമോട്ടേഴ്സ് ആകുന്നത്. സുഹൃത്തെ, അതിനുശേഷം നിങ്ങൾക്ക് ഈ 4,000 പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ പെയർ മാച്ച് ചെയ്താൽ, 1000 PV പ്രൊഡക്റ്റ് പെയർ മാച്ച് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? കമ്പനി എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് ഓർഗനൈസേഷനിലും വരുന്ന PV എന്ത് ചെയ്യും? പ്ലസ് ചെയ്യും. പ്ലസ് ചെയ്തിട്ട് അതിന്റെ ടോട്ടൽ PV ഇൻറ്റു 0.33. നമുക്ക് ആ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1000 PV ആണ് പെയർ മാച്ച് ചെയ്യുന്നതെങ്കിൽ 660 രൂപ. ഇനി ഇവിടെ നമുക്കൊരു ഡയറക്റ്റ് റെഫറൽ കിട്ടും. എന്ത് ചെയ്താൽ മതി? ഒരാഴ്ചക്കുള്ളിൽ നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ, ഡയറക്റ്റ് ആയിട്ട് നിങ്ങളാണ് അത് കൊടുക്കുന്നതെങ്കിൽ, ഒരു സെയിലിന് ഒരു 500 രൂപ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? രണ്ട് സെയിലിന് 1660 രൂപ നമുക്ക് ലഭിക്കും. ഇനി 995 പ്രൊഡക്റ്റ് 3000 PV ആണ്. ഈ രീതിയിൽ നമ്മുടെ രണ്ട് ഓർഗനൈസേഷനിലും എനി ടൈം കേട്ടോ, ഏറ്റവും കൂടുതൽ സംഭവം. കാരണം ഒരു സൈക്കിളില്ല, ഒരു തലവേദന ഇല്ല, ഒരു കണ്ടീഷനും ഇല്ല. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ചെയ്യുന്ന ബിസിനസ് നമ്മളെ ഇറുക്കി പിടിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ്സാണ്. നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണല്ലേ, ഒരുപാട് വ്യക്തികൾ അനുഭവിച്ചിട്ടുണ്ട്. സെയിൽ കിട്ടിയാൽ വെക്കാൻ പറ്റുന്നില്ല. സുഹൃത്ത്, ഇവിടെ അതൊന്നുമില്ല കേട്ടോ, അതൊന്നുമില്ല. സെയിൽ കിട്ടിയോ നിങ്ങൾ എപ്പോ വേണേലും വെച്ചോ. എന്റെ ഫസ്റ്റ് ഓർഗനൈസേഷനിൽ ഇന്ന് 10 സെയിൽ വന്നു. അത് 3000, 4000, 10,000 എത്ര സെയിൽ വന്നാലും ഞാൻ ഹാപ്പിയാ. കാരണം എന്താണെന്നറിയോ, ആ സെയിലുകൾ ഞാൻ ഇപ്പുറത്ത് എപ്പോ പെയർ ചെയ്താലും എനിക്ക് വരുമാനം കിട്ടും. സുഹൃത്തെ, അങ്ങനെ 3000 PV പെയർ മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 1980 രൂപ നമ്മളുടെ അക്കൗണ്ടിലേക്ക് 2% TDS മാത്രമേ പോകുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. അത് നമ്മുടെ ഡയറക്റ്റ് സെയിൽ ആണെങ്കിൽ ഒരു സെയിലിന് 750 വെച്ചിട്ട് 1500 രൂപ, 3480 രൂപ ലഭിക്കുന്നു. ഇനി അടുത്തൊരു പാക്കേജ് ആണ് 10,499. നമുക്കറിയാം സിംഗിൾ മാട്രസ്. സുഹൃത്തെ, ഈ ഒരു സിംഗിൾ മാട്രസ് ആണ് നമ്മുടെ രണ്ട് ഓർഗനൈസേഷനിൽ, അതല്ലെങ്കിൽ അതാണ് പെയർ മാച്ച് ചെയ്യുന്നെങ്കിൽ 3500 പ്ലസ് 3500 7000 ഇൻറ്റു 0.33 2310. സുഹൃത്തെ, ഒരു ടൈം ലിമിറ്റും ഇല്ല. എന്ന് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇത് പെയർ മാച്ച് ചെയ്താലും ഈ 2310 രൂപ നമുക്ക് വരും. അവിടെ നമുക്ക് ഫസ്റ്റ് ഈ പറയുന്ന പോലെ തന്നെ ഡയറക്റ്റ് റെഫറലായിട്ട് ഒരു സെയിലിൽ വരുന്നത് 750 രൂപ. 1 വീക്കിനുള്ളിൽ ചെയ്താൽ മതിയെന്ന്, വേറെ കണ്ടീഷൻ ഒന്നുമില്ല. 1500 എക്സ്ട്രാ കിട്ടും, 3710 രൂപ നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ 4000 PV പെയർ മാച്ച് ചെയ്താൽ 2640 രൂപ, 4140 രൂപ ഡയറക്റ്റ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ 7500 PV. ഞാൻ നിങ്ങളോട് പറയും, ഈ പാക്കേജ് തൊട്ടാണ് ഒരു വ്യക്തി MR ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്യേണ്ടത്. കാരണം അടുത്ത വരുന്ന സ്ലൈഡുകളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താ പറയുക, 7500 PV നമുക്ക് ഏറ്റവും കൂടുതൽ വില മതിക്കുന്നതാണ്. മറ്റുള്ളവർക്കും അതല്ലേ സുഹൃത്തെ സുഖം. ഈ 16,000 പാക്കേജിൽ കിട്ടുന്ന എന്താണെന്നറിയോ, 4.5 ബ്ലാങ്കറ്റ് 2 പീസ് കിട്ടും. സുഹൃത്തെ, 10,000 രൂപയ്ക്കാണ് 995, ഏകദേശം 10,000 രൂപയ്ക്കാണ് 4.6 ഒരു ബ്ലാങ്കറ്റ് കിട്ടുന്നത്. അത് 2 എണ്ണം വേണമെങ്കിൽ ഏകദേശം 20,000 രൂപ വേണം. 4,000 രൂപ കുറവാണ്. ഇവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ എന്താണെന്നറിയോ, 7,500 PV ആണ്. ഇത് നമ്മളുടെ 3 പെയർ മാച്ച് നടന്നാൽ നമുക്ക് എത്ര രൂപ വരുമാനം എന്നറിയാവും? 4,950. ഇനി അത് ഡയറക്റ്റ് ആയിട്ട് ഒരാഴ്ചക്കുള്ളിൽ 1 വീക്കിനുള്ളിൽ കൊടുക്കാൻ സാധിച്ചാൽ 6,950. വെറും സിംഗിൾ പ്രൊഡക്റ്റ് പെയർ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 6,950 നമുക്ക് വരുമാനമായിട്ട് കിട്ടും. ഇനി 17,000 പാക്കേജ് ആണെങ്കിലും നമുക്ക് എന്താണ്, 7,500 PV ആണ്. സെയിം ബെനിഫിറ്റ്
നമ്മൾക്ക് കിട്ടുന്നു. അതുപോലെ 18,000ന്റെ പ്രൊഡക്റ്റ് ആണെങ്കിലും 7,500 PV ആണ് നമുക്ക് സെയിം 6,950. 4,950 നമ്മളുടെ ടീമിലൂടെ ചെയ്താൽ കിട്ടും. 4,950 നമ്മളുടെ ടീമിലൂടെ ചെയ്താൽ കിട്ടും. ഇനി അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ 1 വീക്കിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ 2,000 രൂപ എക്സ്ട്രാ, അങ്ങനെ 6,950 കിട്ടും. സുഹൃത്തെ 23,000ന്റെ പാക്കേജിന് ഒരു പ്രത്യേകതയുണ്ട്. 10,000 PV ആണ്. 10,000 PV എന്ന് പറഞ്ഞാൽ ഫെയർ മാച്ചിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് 6,600 രൂപ നമുക്ക് ഫെയർ മാച്ചിങ് കിട്ടും. അതുപോലെ തന്നെ അതിന് ഡയറക്റ്റ് റഫറിൽ 3,000 രൂപ ലഭിക്കും. സുഹൃത്തെ ഇവിടെ വരുന്നത് 33,000ന്റെ പാക്കേജാണ്. ഈ 33,000ന്റെ പാക്കേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 10,000 PV ആണ്. പക്ഷെ ഡയറക്റ്റ് റഫറൽ ഇൻകം 2,000 ആണ്. 33,000ന്റെ ഒരു 1 വീക്കിനുള്ളിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? 10,600 രൂപയാണ് വരുമാനം കിട്ടുന്നത്. സുഹൃത്തെ ഇവിടെ ഒരു സെയിൽസ് പ്രൊമോട്ടറെ സംബന്ധിച്ചിടത്തോളം കമ്പനി വെച്ചിട്ടുള്ള സീലിംഗ് എന്താണ്? 5,000 രൂപയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് അവയർനെസ് ബോണസ് എനി ടൈം. ഒരു സൈക്കിൾ ബേസും ഇല്ല, ഒരു കണ്ടീഷനും ഇല്ല. നമുക്ക് സൈക്കിൾ ഉണ്ട്, അത് അടുത്ത ഒരു ഇൻകത്തിലേക്കാണ്. പക്ഷെ എന്താണ്? ഒരു കണ്ടീഷനും ഇല്ല. ഇവിടെ നമ്മൾ ഒരു സൈക്കിളിലുള്ള പേ ഔട്ട് നിശ്ചയിക്കുന്നത് 5,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ അവയർനെസ് ബോണസിലൂടെ ഒരു വ്യക്തിക്ക് ഒരു കണ്ടീഷനും ഇല്ലാതെ 10,000 രൂപ സിമ്പിൾ ആയിട്ട് വാങ്ങിക്കാം. ഓക്കെ അല്ലേ? നിങ്ങൾ ഓക്കെ ആണ്, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ഇൻകം വരികയാണ്. ഇവിടെയാണ് നമ്മുടെ സൈക്കിളിന്റെ പ്രാധാന്യം. എന്താണ്? നമുക്ക് സൈക്കിൾ വരുന്നത് ഏർലി മോർണിംഗ് 5 AM തൊട്ട് ഈവനിങ് 5 PM വരെയും, ഈവനിങ് 5 PM തൊട്ട് ഏർലി മോർണിംഗ് 5 AM വരെ നൈറ്റ് സൈക്കിളുമാണ്. മോർണിംഗ് സൈക്കിൾ, നൈറ്റ് സൈക്കിൾ. സുഹൃത്ത് ഇവിടെ കമ്പനി പറയുന്നത് നമ്മളുടെ ഈ ഒരു സൈക്കിളിൽ എത്ര സെയിലാണോ പെയർ മാച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമ്പർ ഓഫ് സെയിലാണ്. ഇതിലെന്താണ്? 4,000 ഒഴികെയുള്ള ഏത് PV യും എന്ത് ചെയ്യും? അല്ല, 4,000ന്റെ പാക്കേജ് ഒഴികെ ഏത് സെയിലുകളും കമ്പനി കാൽക്കുലേറ്റ് ചെയ്യും. അതില് ഒരു സെയിൽ 2 സെയിൽ വന്നു കഴിഞ്ഞാൽ 1,000 രൂപ. 4 സെയിലാണ് നമുക്ക് വരുന്നതെങ്കിൽ 3,000 രൂപ. 8 സെയിലാണ് വരുന്നതെങ്കിൽ 5,000 രൂപയും, 10 സെയിലാണ് വരുന്നതെങ്കിൽ 7,000 രൂപയും. ഒന്ന് ഓർത്തു നോക്കി. ഒരു കൺഫ്യൂഷൻ വേണ്ടത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്ത വരുമാനം ഈ അവയർനെസ് ബോണസ് ആണ്. കാരണം എന്താ പറയാ, ഒരു കണ്ടീഷനും ഇല്ലാതെ നമ്മുടെ ടീം ഇത് ചെയ്തു പോകും. നമ്മൾ എവിടെയെങ്കിലും പറയണോ ഈ ഒരു ഇൻകം കിട്ടാൻ? ഒന്നും പറയണ്ട. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർ ചെയ്യുമ്പോൾ ഇത് കമ്പനി എന്ത് ചെയ്യും? നമുക്ക് ഈ എക്സ്ട്രാ തരുന്നതാണ്. മറ്റേ ഇൻകം നമുക്ക് ഓൾറെഡി ഉണ്ട്, ഇവിടെ എക്സ്ട്രാ കിട്ടും. അവിടെ ഒരു സെയിൽസ് പ്രൊമോട്ടറെ സംബന്ധിച്ചിടത്തോളം ഇതില് ഒരു സൈക്കിളിൽ 7,000 രൂപ പെർഫോമൻസ് ബോണസ് വാങ്ങിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 14,000 രൂപ വാങ്ങിക്കാം. കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചില്ലേ, 16,000 രൂപയുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. കാരണം 7,500 PV ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം വേണ്ടത്. ഇത് പറയാൻ കാരണം നമ്മൾ SP ആയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടുത്ത ഗോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SH ആണ്. സെയിൽസ് ഹെഡിലേക്ക് മാറണം. എങ്ങനെ സെയിൽസ് ഹെഡിലേക്ക് മാറാം? സുഹൃത്തെ, SP ആകാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 3,000 ലെഫ്റ്റ് 3,000 റൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അതിന് പുറമെ ഒരു 3 7,500ന്റെ സെയില് നമ്മുടെ ഫസ്റ്റ് ഓർഗനൈസേഷനിലും സെക്കൻഡ് ഓർഗനൈസേഷനിലും സെയിം 3 7,500ന്റെ സെയില് ഡയറക്റ്റ് കൊടുക്കണം. ഒന്നാമത്തെ കണ്ടീഷനാണ്. SH ആണെങ്കിൽ 3 7,500 3 7,500. സുഹൃത്തെ, ആ 3 7,500ൽ നിന്നും നമ്മളുടെ ടീമിൽ ടോട്ടൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓർഗനൈസേഷനിൽ 30 7,500ന്റെതും അടുത്തത് 30 7,500ന്റെതും എപ്പോഴാകുന്നു? ഒരു ടൈം ലിമിറ്റിലൂടെ എപ്പോഴാകുന്നു ആ ടൈമിന് നിങ്ങൾ SH റാങ്കിലേക്ക് വരും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക? നമ്മൾ ഏറ്റവും കൂടുതൽ ഇനി മുതൽ പ്രൊമോട്ട് ചെയ്യേണ്ടത് സെയിൽസ് ഹെഡ് ആവാനായിട്ടാണ്. സെയിൽസ് ഹെഡ് ആവണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യണം? 7,500 പോയിന്റിന്റെ സെയിലുകൾ പ്രൊമോട്ട് ചെയ്യണം. ഇനി SH ആയാലുള്ള ഗുണം സുഹൃത്തെ, SH ആയി കഴിഞ്ഞാൽ പെർഫോമൻസ് ബോണസിൽ വ്യത്യാസമുണ്ട്. എന്താണ് പെർഫോമൻസ് ബോണസിൽ വരുന്ന വ്യത്യാസം? നമുക്ക് എന്ത് ചെയ്യണേ? നമുക്ക് 2 സെയിൽ വന്നാൽ SP-ലും SH-ലും 1,000 ആണെങ്കിൽ 4 സെയിലുകളാണ് വരുന്നതെങ്കിൽ നമുക്ക് 3,000-ൽ നിന്നും 4,000-ലേക്ക് മാറാൻ പറ്റും. 8 സെയിലാണ് വരുന്നതെങ്കിൽ 5,000-ൽ നിന്നും 6,000-ലേക്ക് മാറാൻ പറ്റും. 10 സെയിലാണ് വരുന്നതെങ്കിൽ SP-ൽ 7,000 ആണെങ്കിൽ SH-ൽ 9,000 രൂപ ഒരു സൈക്കിളിൽ കിട്ടും. സുഹൃത്തെ, ഇവിടുത്തെ കണക്ക് വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു സൈക്കിളിൽ 9,000 രൂപ എന്ന് പറയാൻ നേരത്ത് നമുക്ക് 2 സൈക്കിളിലും കൂടി എത്ര രൂപ ഇത് വാങ്ങാനായിട്ട് പറ്റും? 12,000 രൂപ അല്ലെ? എങ്ങനെ സുഹൃത്തെ ഒന്ന് കാൽക്കുലേഷൻ നോക്കിയാൽ ഒരു ദിവസം നമുക്ക് 16,500 വെച്ചിട്ട് 33,000 രൂപ ഒരു ദിവസം പെർ ഡേ ഡെയിലി ഇൻകം. അടുത്ത വരുമാനം വരാൻ പോണത് കേട്ടാ. ഡെയിലി ഇൻകം ആയിട്ട് 33,000 രൂപ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഡെയിലി ഇൻകം മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം 33,000 × 30 ഏകദേശം അറൗണ്ട് 10 ലക്ഷം രൂപ ഡെയിലി
കഴിഞ്ഞിട്ടില്ല. നമ്മളുടെ ഇൻകം എന്താണ്? വണ്ടി വെട്ടിയിട്ടേ ഉള്ളൂ. അടുത്തൊരു വരുമാനമാണ് വീക്കിലി ഇൻകം. നമുക്കിത് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ ഒരു വരുമാനമാണ് സുഹൃത്തെ. അവിടെയാണ് കമ്പനിയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. വീക്കിലി ബോണസ് നമുക്ക് ഇവിടെ ഉണ്ട്. എന്താണ് വീക്കിലി ബോണസ്? ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, നമ്മൾ വന്നിട്ടുള്ളത് ഇതുവരെ നമ്മൾ ചെയ്ത പോലെ കുറച്ച് പ്രൊഡക്റ്റ് എടുക്കുന്നു, കുറച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, സെയിലിന് വേണ്ടിയല്ല. നമുക്ക് 2 ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യണം. അങ്ങനെ 2 ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണേന്ന് ഒറ്റ പണിയേ ചെയ്യുന്നുള്ളൂ. അവയർനെസ് ബോണസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ട്രീ ബിൽഡ് ചെയ്യുന്നു. സുഹൃത്തെ, അവിടെ കമ്പനി ഒരു കാര്യം ചെയ്യും. കമ്പനി എന്ത് ചെയ്യും? കമ്പനി നമ്മുടെ ഫസ്റ്റ് ഓർഗനൈസേഷനിലും രണ്ടാമത്തെ ഓർഗനൈസേഷനിലും ഒരാഴ്ച, വീക്കിലി എന്ന് പറയുമ്പോൾ ഒരാഴ്ച എത്രത്തോളം സെയിൽ വന്നു, എത്ര PVയുടെ സെയിൽ വന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അവിടെ 30,000 PVയുടെ സെയിൽ 2 ഇതിൽ നടന്നു കഴിഞ്ഞാൽ, 2 ഓർഗനൈസേഷനിൽ നടന്നാൽ അതിന്റെ 10% 3,000 രൂപ നമുക്കുള്ളതാണ്. അതുപോലെ തന്നെ 70,000 PV ആണ് നടക്കുന്നതെങ്കിൽ അതിന്റെ 12% 8,400. അതുപോലെ തന്നെ 1,75,000 ആണ് നടക്കുന്നതെങ്കിൽ 15%, 26,250 രൂപയും. ഇനി 3.5 ലക്ഷം PV ആണ് നമ്മുടെ 2 ഓർഗനൈസേഷനിൽ 1 വീക്ക് കൊണ്ട് 7 ദിവസമായിട്ടോ. 30,000 PV എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിളാ, വെറും 4 സെയിൽ മതി. അങ്ങനെ 3.5 ലക്ഷം PV സെയിൽ നടന്നു കഴിഞ്ഞാൽ 63,000-ഉം 7 ലക്ഷം PV നമുക്കൊരു വീക്ക് കൊണ്ട് നടക്കാൻ കഴിഞ്ഞാൽ അതിന്റെ 20% 1,40,40,000 രൂപ. ചിന്തിച്ചു നോക്ക്. കാരണം ഒരാഴ്ച 1,40,40,000 വീക്കിലി പെർഫോമൻസിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ 4 ആഴ്ചയാണല്ലോ സുഹൃത്ത്, ഒരു മാസം. ആ ഒരു മാസം കൊണ്ട് ഏകദേശം 5,60,000 രൂപ ഈ ഇൻകം മാത്രം. ഡെയിലി ഇൻകം എത്രയാണ്? ഏകദേശം 10 ലക്ഷം രൂപ ഒരു മാസം. ഈ ഇൻകം, വീക്കിലി ഇൻകം നമുക്ക് എന്ത് ചെയ്യാം? ഒരു മാസം 5,60,000 രൂപ. ടോട്ടൽ എത്ര? 15,60,000 രൂപ ഈ 2 ഇൻകത്തിൽ നിന്നും വരുമാനമാണ്. കഴിഞ്ഞിട്ടില്ല. വീക്കിലി ഇൻകത്തിൽ അടുത്തൊരു ഇൻകം നമുക്ക് കമ്പനി തരുന്നത് എന്താണ്? നമുക്ക് ഈ പറയുന്ന റീപർച്ചേസ് ഇൻകം വരുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറയുന്നത്, വലിയ പ്രത്യേകത, നമ്മൾ സെയിൽസ് പ്രൊമോട്ടർ ആകുന്ന ഒരു വ്യക്തി, ബിഗിനർ ആകുന്ന വ്യക്തിക്ക് അടുത്തൊരു ടാർഗറ്റ് സെയിൽസ് പ്രൊമോട്ടറാണ് SP. SP-യിൽ നിന്നും അടുത്ത വ്യക്തിക്ക് എന്താണ്? അടുത്ത SH ആകാനായിട്ടുള്ള ഒരു പ്രചോദനമുണ്ട് സുഹൃത്തെ. അത് കഴിഞ്ഞാൽ അടുത്ത അപ്ഡേറ്റഡ് ആണ് സുഹൃത്തെ. സെയിൽസ്, സീനിയർ സെയിൽസ് ഉണ്ടാകാം, എക്സിക്യൂട്ടീവ് സെയിൽസ് ഉണ്ടാകാം, ലീഡ് സെയിൽസ് ഉണ്ടാകാം, ചീഫ് സെയിൽസ് ഉണ്ടാകാം. നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് SH-ൽ നിന്നും അടുത്ത. അത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, 5 സെയിൽസ് ഹെഡ് നമ്മുടെ യൂണിറ്റ് 1-ലും 5 സെയിൽസ് ഹെഡ് നമ്മുടെ യൂണിറ്റ് 2-ലും നടന്നാൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മള് മാനേജറായി. ഈ മാനേജർ ആയുള്ള ബെനിഫിറ്റ് എന്താണെന്നറിയാം? വില മതിക്കുന്ന ഒരു കാറ് നമുക്ക് കമ്പനി എന്താണ് ഫ്രീ ആയിട്ട് തരും. ഫ്രീ ഓഫ് കോസ്റ്റിൽ 10 ലക്ഷത്തിന്റെ ഒരു കാറ് നമുക്ക് ഫ്രീ ആയിട്ട് തരും. അത് മാത്രമല്ല, നമുക്ക് ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് ഒരു ഇന്റർനാഷണൽ ടൂറ് എല്ലാ വർഷത്തിലും ഉണ്ട് കേട്ടോ. ഒരു ടൂറ് നമുക്ക് കിട്ടുന്നു എന്ത് ചെയ്താൽ? മാനേജർ ആയാൽ. അപ്പൊ SH-ൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യണം? മാനേജർ ആകാനായിട്ട് ശ്രമിക്കണം. ഇനി സുഹൃത്തെ, മാനേജർ ആയാൽ അടുത്ത എയിം എന്താ? നല്ല രസമാണ്. കാരണം ബിസിനസ് നമുക്ക് എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. നമ്മുടെ അടുത്ത ഒരു എയിം എന്ന് പറയുന്നത് ഡയറക്ടർ ആവാനായിട്ടാണ്. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 1-ൽ നമുക്കൊരു മാനേജറും യൂണിറ്റ് 2-ൽ നമുക്ക് അടുത്ത ഒരു മാനേജറും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡയറക്ടറായി. ഡയറക്ടർ ആയാലുള്ള ഗുണങ്ങൾ എന്താണെന്നറിയോ? ഡയറക്ടർ ആയാലുള്ള ഒന്നാമത്തെ ഗുണം, 2 തവണ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? യൂറോപ്യൻ ടൂർ വിത്ത് ഫാമിലിയാ. വിത്ത് ഫാമിലി ആയിട്ട് 2 തവണ ഇയർലി ആട്ടോ, ഒരു വർഷം അത് കണ്ടിന്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. കണ്ടിന്യൂസ് 2 തവണ യൂറോപ്യൻ ടൂറിന് നമ്മൾ എലിജിബിൾ ആവും. അത് മാത്രമല്ല, ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ഞാൻ ആദ്യം തുടങ്ങിയപ്പോ സൂചിപ്പിച്ചില്ല, ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇന്ന് 0.5% കിട്ടിയ ഒരു പണിക്കും ഒരാൾ പോകണ്ട, വെറുതെ വീട്ടിരുന്നാൽ മതി. അത്രയേറെ ഉണ്ട് സുഹൃത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ MR-ന്റെയൊക്കെ 10% പ്രോഫിറ്റ് കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഡയറക്ടർ പൊസിഷൻ സ്വപ്നം കണ്ടാൽ മതി. അതിനുവേണ്ടി പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡയറക്ടർ ആവാനായിട്ട് പറ്റും. 10% കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അടുത്ത എന്താണ്? ടീം പർച്ചേസ്, റീപർച്ചേസ് ബോണസ്. ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വീക്കിലി ഇൻകത്തില് അടുത്തൊരു ഇൻകം നമുക്ക് ഇവിടെ എലിജിബിൾ ആകാനായിട്ട് സാധിക്കും. അത് സിമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഇപ്പൊ എല്ലാ ബൈനറി പ്ലാന്റെയും ഒരു പോരായ്മയാണ്, നമ്മൾ ഒരുപാട് പേർക്ക് അറിയാം ബൈനറി പ്ലാന്റ് ഒരു പോരായ്മ എന്താ? നമ്മൾ വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിലും നമ്മുടെ വൺ സൈഡ് പോകും. കാരണം എന്താ? അവിടെ കഴിവുള്ള ഒരുത്തൻ ഉണ്ടാവും, അവൻ വർക്ക്ഔട്ട് ചെയ്ത് പോകുമല്ലേ. അവൻ വർക്ക്ഔട്ട് ചെയ്ത് പോയാൽ എന്ത് ചെയ്യാറില്ല? ഒരു ബൈനറി പ്ലാനിലും വരുമാനം ലഭിക്കില്ല. ഇവിടെ MR-ന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാം സുഹൃത്തെ, നമ്മൾ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് അവന്റെ ഒരു വൺ സൈഡ് വർക്ക്ഔട്ട് നടത്തിയാലും അവന് വരുമാനം കിട്ടാനുള്ള ഒരു ചാൻസ് ഈ ഒരു ഇൻകത്തിൽ കമ്പനി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലെവൽ ഇൻകത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടിരിക്കുന്ന വ്യക്തികൾ എല്ലാവരും എന്താ? നമ്മളുടെ ഫസ്റ്റ് ലെവലാണ്. ഞാനിപ്പോ ഏകദേശം ഒരു 6 പേരെ, സെയിൽസ് ഹെഡ് ആണെങ്കിൽ മിനിമം എന്ത് ചെയ്യണം? 3, 6 പേരെങ്കിലും വേണം.
കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ഇതിന്റെ ഫസ്റ്റ് ലെവലായിട്ട് കമ്പനി കാൽക്കുലേറ്റ് ചെയ്യും. അവരുടെ 60%, പിന്നീട് വരുന്ന അവരിലൂടെ വരുന്ന അടുത്ത വ്യക്തികൾ രണ്ടാമത്തെ ലെവല്, മൂന്നാമത്തെ ലെവല്, അങ്ങനെ അത് കഴിഞ്ഞ് വരുന്ന 8 ലെവലിന്റെ 5% ഇതിലേക്ക് കമ്പനി തരും. അപ്പൊ അടുത്തൊരു ചോദ്യമുണ്ട്, എന്തിന്റെ 60%, എന്തിന്റെ 5%? സിമ്പിൾ ആണ്. നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പ്രൊജക്റ്റിൽ നിന്നും അല്ലെങ്കിൽ MRൽ നിന്നും എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും വാങ്ങിക്കാം. അവർക്ക് കിട്ടുന്ന ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്താണെന്നറിയാം? 20% ഡിസ്കൗണ്ട് കിട്ടും. 20% ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ 10,000 രൂപയുടെ ഒരു സംഭവം നമ്മൾ പർച്ചേസ് ചെയ്താൽ 8,000 രൂപയ്ക്ക് നമുക്ക് അത് കിട്ടും. അവിടെ കമ്പനി ഇടുന്നൊരു പ്രൈസ് ആണ് 5,000 രൂപ. സുഹൃത്തെ, ഇവിടെയാണ് നമുക്ക് പെർസെന്റേജ് കണക്ക് വരുന്നത്. ഈ DPയും CPയും തമ്മിലുള്ള വ്യത്യാസം SV ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് 3,000 അവിടെ കാണുന്നുണ്ട്. സുഹൃത്തെ, നമ്മുടെ ട്രീയില് ഡയറക്റ്റ് കൊടുത്തിരിക്കുന്ന വ്യക്തിയാണ് 8,000-ന് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ SV-യുടെ 60%, 1,800 രൂപ നമുക്ക് ലഭിക്കും. ഇനി സുഹൃത്ത്, അതൊന്നും വേണ്ട, നമ്മുടെ മൂന്നാമത്തെ ലെവലിലുള്ള വ്യക്തിയാണ് ഈ പർച്ചേസ് ചെയ്തതെങ്കിൽ അതിന്റെ 5%, 150 രൂപ നമുക്ക് വീക്കിലി കിട്ടും. ഇതിന്റെ കണക്ക് ഞാനൊന്ന് നിങ്ങളിലേക്ക് തരട്ടെ. നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയ കണക്കാണ്. നമ്മളൊരു 3 പേര്, ഏറ്റവും കുറഞ്ഞ എന്ത് ചെയ്യണം, 6 പേര് നമ്മുടെ ഡയറക്ടർ ഓഫറിലുണ്ട് അല്ലെ? ഈ 6 പേരിൽ നിന്നും തുടങ്ങുന്ന ഒരു ഗെയിം അടുത്തൊരു മാസം എന്ത് ചെയ്യണേ, നമ്മൾ ഈ 6 പേരും അടുത്തൊരു 6 പേരിലേക്ക് എത്തിക്കുന്നു, 36 പേരിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ 6-ൽ നിന്നും 36, 36-ൽ നിന്നും 216, 776, ഇങ്ങനെ തുടങ്ങുന്ന ഈ ഒരു സംഭവം 6-ാമത്തെ ലെവലിൽ എത്തുമ്പോ നമ്മുടെ ട്രീയില് ഏകദേശം 1,75,000 പേര് വരും. 6-ാമത്തെ ലെവലിൽ കവർ ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ 6-ാമത്തെ 7-ാമത്തെ ലെവലിലേക്ക് എത്തുമ്പോ 1,75,000 പേരൊന്നും വേണ്ട. നിങ്ങൾ ചിന്തിക്കേണ്ട, അടുത്തൊരു 1 ഇയർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണേ, 1 ഇയർ കൊണ്ട് നമ്മൾ ഒരു 50,000 പേര് നമ്മുടെ 6-ാമത്തെ ലെവലിൽ അല്ല 5-ാമത്തെ ലെവലിൽ 8-ാമത്തെ ലെവലിൽ വന്നു. ഒരു 50,000 പേര്. സുഹൃത്തെ, നമ്മുടെ ബാംബു പേസ്റ്റില്ലേ 158 രൂപയുള്ളൂ. ഈ പേസ്റ്റ് വാങ്ങിച്ചിട്ട് ഈ 50,000 പേര് അവർ ഒരു മാസം കൊണ്ട് പേസ്റ്റ് ഉപയോഗിച്ച് തീർക്കട്ടെ. എന്തായാലും ടീത്ത് ക്ലീൻ ആക്കുന്ന ആൾക്കാരായിരിക്കും, ബ്രഷ് ചെയ്യുന്ന ആൾക്കാരാണ്. അവര് ഓൾറെഡി എന്ത് ചെയ്യുന്നതാണ്, ഒരു 1 മന്ത് കൊണ്ട് ഒരു പേസ്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് തീർന്നാൽ അവരെന്ത് ചെയ്യും, അത് റീപർച്ചേസ് ചെയ്യുമല്ലേ. സുഹൃത്തെ, ഒരു പേസ്റ്റിൽ നിന്നും 1 രൂപ വരുമാനം കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യും, ആ മാസ വരുമാനം നമുക്ക് എത്രയാണ് കിട്ടുന്നത്, ആഴ്ച 50,000 രൂപ നമുക്ക് ലെവൽ ഇൻകം ആയിട്ട് കിട്ടും. ചിന്തിച്ചു നോക്ക്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് വെറുതെ പ്രൊഡക്റ്റ് വിൽക്കാമെന്നൊരു പരിപാടിയല്ല. നമ്മൾ എന്ത് ചെയ്യണം, ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നതാണ് നമ്മുടെ എയിം. അതായിരിക്കണം. ഓർഗനൈസേഷനിൽ 2 ലക്ഷം BV റീപർച്ചേസിംഗിലും 2 ലക്ഷം BV ടൈം ലിമിറ്റ് ഒന്നും ഇല്ലാട്ടോ. വന്നു കഴിഞ്ഞാൽ ഒരു 15,000 രൂപ ഇൻസെന്റീവിന് പുറകെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. ഇനി മന്ത്ലി ഇൻകം ഉണ്ട്, മാസ ശമ്പളം അല്ലെ, മാസ ശമ്പളം ഇവിടെ കമ്പനി MR നമുക്ക് തരുന്നുണ്ട്. അത് വേറൊന്നുമില്ല, ഒരു കണ്ടീഷനും ഇല്ലാതെ നമ്മുടെ 2 ഓർഗനൈസേഷനിലും സെയിലുകൾ റീപർച്ചേസിംഗിൽ നടന്നാൽ അവരുടെ വീട്ടിലേക്കായിട്ടുള്ള സോപ്പ് ആയിക്കോട്ടെ, ഷാമ്പു ആയിക്കോട്ടെ, പേസ്റ്റ് ആയിക്കോട്ടെ, ബ്രഷ് ആയിക്കോട്ടെ, വെൽനസ് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, എന്ത് പ്രൊഡക്റ്റ് അവർക്ക് എന്ത് ചെയ്യാം, റീപർച്ചേസിന് വാങ്ങിക്കാം. അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ BVകൾ മാച്ച് ചെയ്യും. 1000 BV മാച്ച് ചെയ്താൽ 200 രൂപ തൊട്ട് 50,000 BVക്ക് 10,000 രൂപ വരെ ഒരു ലിമിറ്റും ഇല്ല കേട്ടോ. അൺലിമിറ്റഡ് ഇൻകം ആണ്. അൺലിമിറ്റഡ് ഇൻകം ആയിട്ട് റീപർച്ചേസ് ഇൻകം മന്ത്ലി നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. ഇനി യൂസർ ബെനിഫിറ്റ് കഴിഞ്ഞിട്ടില്ല. ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ബെനിഫിറ്റ് എന്താ പറയുക, ഞാൻ ആദ്യമേ പറഞ്ഞു, 20% ഡിസ്കൗണ്ട് ലഭിക്കും. അതുപോലെ തന്നെ എത്ര BVക്കാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അതിന്റെ 10% എന്താണ്, ക്യാഷ് ബാക്ക് ഉണ്ട് കേട്ടോ. അത് കൂടാതെ 2,500 രൂപയ്ക്ക് നിങ്ങൾ 3 മാസം കണ്ടിന്യൂസ് പർച്ചേസ് ചെയ്താൽ 4-ാമത്തെ മാസം 2,500 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. ഇത്രയേറെ ബെനിഫിറ്റ് ഉണ്ട്. ഇതിൽ കമ്പനി വെക്കുന്ന ഒരു കണ്ടീഷൻ എന്താണെന്നറിയാം, എന്നെ ആ കണ്ടീഷനെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചു. കാരണം പല കമ്പനികൾക്കും റീപർച്ചേസിന്റെ ഇൻകം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം, മന്ത്ലി കമ്പൽസറി ഒരു പർച്ചേസ് ഉണ്ടല്ലേ. നമ്മുടെ കമ്പനിക്കും ഉണ്ട് ഒരു പർച്ചേസിങ്. എന്താണ്, ഒരു 5,000 BV പർച്ചേസ് ചെയ്യണം സുഹൃത്തെ. പക്ഷെ അത് മന്ത്ലി അല്ല, ലൈഫിൽ ഒറ്റ തവണ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ലൈഫിൽ ഒറ്റ തവണ നമ്മളുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഒറ്റ തവണ എടുത്താൽ ഇനി കമ്പൽസറി അല്ല, നമ്മളുടെ കൂടെ ഈ പറഞ്ഞ പർച്ചേസിങ് ആര് എന്ത് ചെയ്താലും അതിന്റെ വരുമാനം നമ്മളിലേക്ക് കിട്ടുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻകം പ്ലാൻ. അതാണ് MR ഇന്ന് നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നത്. കഴിഞ്ഞിട്ടില്ല. ഇനി BV പർച്ചേസിങ് ഓൾറെഡി റീപർച്ചേസിംഗിൽ നടന്നു കഴിഞ്ഞാൽ 1 ഡേ ട്രിപ്പ്, ഗോവ ട്രിപ്പ്, 3 ഡേ അച്ചീവേഴ്സ് പ്രോഗ്രാമുകൾ 25,000 രൂപ, അതുപോലെ തന്നെ 10 കോടി രൂപ വരെ നമുക്ക് എന്ത് ചെയ്യുന്നു, ക്യാഷ് കിട്ടാനായിട്ട് ഓൾറെഡി എന്ത് ചെയ്താൽ മതി, ടീമിൽ റീപർച്ചേസ് നടത്താൽ മതി. ഒരു കണ്ടീഷനും ഇല്ല. ഒരു കണ്ടീഷനും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഡെസ്റ്റിനി നമുക്ക് തീരുമാനിക്കാം. ഞാനിത് ഫാസ്റ്റ്, എനിക്കറിയാം ഞാൻ ഫാസ്റ്റ് ആയിട്ടാണ് കടന്നത്. കാരണം
റീപർച്ചേസ് ഇൻകം ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കണം. ഇത് നിങ്ങൾ പറഞ്ഞ് കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഷെമീർ സാർ സൂചിപ്പിച്ചു, രാവിലെ തൊട്ടും എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻകം എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. ഇതെനിക്ക് മനസ്സിലായി. എന്റെ ഒറ്റ ടാർഗറ്റേ ഉള്ളൂ, എനിക്ക് എന്ത് ചെയ്യണം, എനിക്കൊരു ടീം ക്രിയേറ്റ് ചെയ്യണം. സുഹൃത്തെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമുക്കുമുള്ള ഒരൊറ്റ എയിം എന്തായിരിക്കണം, ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യണം. ഞാനൊരു 2-3 എന്തായാലും 6:50 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത 6:15 നമുക്ക് കുറച്ച് ടൈം കൂടി ഉണ്ട്. ഞാൻ നിങ്ങളോട് ഒരു കുറച്ച് കാര്യങ്ങളും കൂടി സംസാരിക്കാനായിട്ട് ഞാൻ എടുക്കുക. വേറെ ഒന്നുമല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, കമ്പനി ഓക്കെ, ഇൻകം പ്ലാൻ ഓക്കെ, പ്രൊഡക്റ്റ് ഓക്കെ, കമ്പനിയുടെ MD ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലൈഫായിട്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ, 100% പറ്റും. പക്ഷെ പലർക്കും അറിയില്ലാത്ത, റോങ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം, എങ്ങനെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. സുഹൃത്തെ, അതിനു വേണ്ടിയുള്ള ഒരു 2-3 പിക്ചറും കൂടി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഷെയർ ചെയ്യുകയാണ്. നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഒന്നുമല്ല, ഞാൻ ആദ്യമായിട്ട് പറയുന്നത്, ഈ ഒരു പ്രൊജക്ട് വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഞാനിപ്പോ ഷെയർ ചെയ്യുന്ന ഈ ഒരു സ്ലൈഡ് അല്ലെങ്കിൽ ഈ ഒരു പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും, ഒരു ഡയറക്ട് സെല്ലറിന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഞാനിത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ കാരണം, ഇവിടെ തൊട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പൊ ഷമീർ സാറും ഞാനൊക്കെ സൂചിപ്പിച്ചില്ലേ, ഞങ്ങൾ ഒന്നും അറിയില്ലാത്തൊരു ഫീൽഡിൽ നിന്ന് വരുന്ന വ്യക്തികളാണ്. ഞങ്ങൾ ഈ ഒരു പ്രൊജക്ടിന്റെ പാർട്ടായിട്ട് ഇറങ്ങി ഭയങ്കര ആവേശത്തോടു കൂടി ഇറങ്ങി കേട്ടോ, ആവേശത്തോടു കൂടി ഇറങ്ങി. കാരണം ഒരുപാട് പേര് വരുമാനം വാങ്ങിച്ച കഥ നമുക്കറിയാം. അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇറങ്ങുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഒന്നാമത് കിട്ടുന്ന ഫാമിലിയിൽ നിന്നാണ് കിട്ടും, ഫ്രണ്ട്സിന്റെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങി മറ്റുള്ളവരോട് പറയുമ്പോൾ അവരിൽ നിന്ന് കിട്ടും. അവര് പറയുന്ന മെയിൻ സംഭവം എന്താണെന്ന് അറിയാം, ഇതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, ഇതെങ്ങനെ കമ്പനിക്ക് കൊടുക്കാൻ പറ്റും. സുഹൃത്തെ, അതെങ്ങനെ കമ്പനിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ആ ചോദിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഉത്തരം നമ്മളുടെ ഉള്ളിലുണ്ടാവണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ സ്ലൈഡ് കാണിക്കുന്നത്. കാരണം എന്താ, നമ്മൾ ട്രഡീഷണലി നമ്മുടെ വീട്ടിലേക്ക് ഇപ്പൊ ഒരു ലെക്സിന്റെ സോപ്പ് വാങ്ങിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അത് വാങ്ങിക്കും. നമ്മൾ 50-60 രൂപ. സുഹൃത്തെ, ഇവിടെ കറക്റ്റ് ആയിട്ട് ട്രഡീഷണൽ മാർക്കറ്റിംഗ് പറയുന്നത് 100 രൂപയുടെ നിങ്ങളൊരു സാധനം വാങ്ങിച്ചാൽ അതിന്റെ ഉൽപാദകന്റെ ലാഭവും ഉൽപാദന ചെലവും വെറും 30% വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ 30 രൂപ വരുന്നുള്ളൂ. ബാക്കി 70 രൂപ എന്ത് ചെയ്യണേ, ഇടത്തട്ടുകാർക്കും അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റിനും കൊടുക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് 2 രൂപയുടെ വിക്സ് മിഠായില്ലേ, കഴിഞ്ഞ ദിവസം വരെ 1 രൂപ, ഇപ്പൊ 2 രൂപ. ഈ 2 രൂപയുടെ വിക്സ് മിഠായിൽ അഭിനയിച്ചിട്ടുള്ളത് വിരാട് കോഹ്ലിയാണ്. 200 കോടി രൂപയ്ക്ക് അദ്ദേഹം കരാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 2 രൂപയുടെ വിക്സ് മിഠായി വാങ്ങിച്ച് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഇത്ര പെർസെന്റേജ് ആ വിരാട് കോഹ്ലിയുടെ അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ട്. സുഹൃത്ത്, 100 രൂപയുടെ 70 രൂപ നമ്മൾ അധികം കൊടുക്കുന്ന എമൗണ്ടാണ്. അതെന്ത് ചെയ്യുന്നു, 1 ലക്ഷം രൂപയാണെങ്കിൽ നമ്മൾ 1 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് വീട്ടിലേക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ 70,000 രൂപ ഈ പണ്ടേ സമ്പന്നരായിട്ടുള്ള പരസ്യക്കാര് അതുപോലെ ഇടത്തട്ടുകാർക്ക് നമ്മൾ വെറുതെ കൊടുക്കുന്നതാണ്. സുഹൃത്തെ, അങ്ങനെ ചിന്തിച്ചു നോക്കിയേ. ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രാധാന്യം എന്താണെന്നറിയോ, നമ്മുടെ MR മാർക്കറ്റിങ്ങിന്റെ പ്രാധാന്യം. ഓൾറെഡി മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ, ഇവിടെ കമ്പനി വേറെ മാജിക്കിൽ അല്ല വരുമാനം തരുന്നത്. ഇടത്തട്ടുകാർക്കും അഡ്വർടൈസ്മെന്റിന് കൊടുക്കേണ്ട വരുമാനം നമ്മളുടെ അക്കൗണ്ടിലേക്ക് കമ്പനി തരാൻ തയ്യാറാണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുക വേണ്ട, അത് കമ്പനി ചെയ്യും. പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കും, നമ്മളുടെ അടുത്തെത്തിക്കും. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് മറ്റുള്ളവർക്കൊന്ന് പരിചയപ്പെടുത്തുക. ഓക്കെ, അതിന് എന്ത് ചെയ്യണം, ഹൗ ടു ബിക്കം ആൻ അച്ചീവർ. സുഹൃത്തെ, ഇത് മനസ്സിലാക്കിയാൽ ഈ ഹൗ ടു ബിക്കം ആൻ അച്ചീവർ എന്നല്ല, MRൽ എങ്ങനെ കോടികൾ ഏൺ ചെയ്യാം, എങ്ങനെ MRൽ കോടികൾ ഏൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനൊരൊറ്റ കാര്യമുള്ളൂ. ഇവിടെ നമുക്കറിയാം, ഏതൊരു ലീഡറും വളരെ അവർ സംസാരിക്കുന്ന ഒരൊറ്റ കാര്യമുണ്ട്, സിസ്റ്റം എന്ന് പറയുന്നത് ഫോളോ അപ്പ് ചെയ്യുന്നത് ആരാണോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഈ MRൽ ഒരു അച്ചീവറായിട്ട് മാറാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ സിസ്റ്റം നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് തൊട്ടെങ്കിലും ഫോളോ ചെയ്യണം എന്നാണ്. പക്ഷെ ഇത് പറയുന്ന വ്യക്തികൾ, ഇപ്പൊ എന്നോട് ആദ്യമേ പറയുമ്പോൾ ഞാൻ ആദ്യം നോ പറഞ്ഞൊരു വ്യക്തിയാണ്. കാരണം ഞാൻ അതിന് തയ്യാറായിട്ടില്ല. സുഹൃത്തെ, വരക്കരുത്, ഇവിടെ പേര് കാണാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ തയ്യാറാകാത്തതിന്റെ കാരണം എനിക്കറിയില്ല ഇതിന്റെ സിസ്റ്റം. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഈ സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യണം. സിസ്റ്റത്തിൽ ആദ്യം പറയുന്നത് ലിസ്റ്റ് മേക്കിംഗ് ആണ്. നിങ്ങളൊരു 100 പേരുടെ ലിസ്റ്റ് ഇടണം. ഒരു 100 പേരുടെ ലിസ്റ്റ് നിങ്ങളുടെ ഡയറിയിലൊന്നും ഇല്ലാൻ തയ്യാറായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം, അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. ഒരു 30 പേരായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇന്ന് ജൂലൈ 16. എന്നിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കണം, ഈ ജൂലൈ 30 മുമ്പ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഈ 30 പേരെ എന്ത് ചെയ്യും, ഞാൻ മീറ്റ് ചെയ്യും. എന്റെ ലീഡറിനെ വിളിച്ചിട്ട് ഞാൻ മീറ്റ് ചെയ്യും എന്നുള്ള ഒരു തീരുമാനം എടുക്കണം. സുഹൃത്തെ, അങ്ങനെയാണെങ്കിൽ സിസ്റ്റം പറയുന്ന രണ്ടാമത്തെ ഒരു സംഗതിയാണ് ഫീൽഡ് വർക്ക്. ഈ ഫീൽഡ് വർക്ക് എന്താണ്, നമ്മൾ പുറത്തിറങ്ങി മറ്റുള്ളവരോട് പറയാൻ തയ്യാറാക്കണം. അതുപോലെ BOP, NDOP, ടീം മീറ്റിംഗ്. സുഹൃത്തെ, സിസ്റ്റത്തിന്റെ പാർട്ടായിട്ടാണ് ഒരു ടീം റൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ടീമിൽ എന്തൊക്കെ നടക്കുമെന്നറിയോ.
സിസ്റ്റത്തിന്റെ പാർട്ടായിട്ടാണ് നിങ്ങളുടെ ടീം റൺ ചെയ്യുന്നതെങ്കിൽ ആ ടീമിൽ വർക്ക്ഷോപ്പ് ട്രെയിനിങ് നടക്കും, 1 ഡേ ട്രെയിനിങ് നടക്കും, 2 ഡേ ട്രെയിനിങ് നടക്കും, അഡ്വാൻസ് ട്രെയിനിങ് നടക്കും, കമ്പനി വിസിറ്റ് ഉൾപ്പെടെ നടക്കും. അതാണ് സിസ്റ്റം കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യുക, സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് നിന്നുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് വർക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനി അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അടുത്ത 2 സ്ലൈഡും കൂടെ കാണിക്കുന്നുള്ളൂ. അതിൽ ഒന്നാമത്തെ സ്ലൈഡാണ് ഹോം മീറ്റിംഗ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്. പുതുതായിട്ട് വന്നൊരു വ്യക്തിയാണോ, മണിറായ മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യണോ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇന്ന് തന്നെ അടുത്ത ദിവസം നിങ്ങളുടെ ഹോം മീറ്റിംഗ് പ്ലാൻ ചെയ്യണം. അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പലരും ഹോം മീറ്റിംഗ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കും. ആ സാറേ ഞാൻ എല്ലാവരും ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നിട്ട് ഞാൻ ഹോം മീറ്റിംഗ് പ്ലാൻ ചെയ്യാം. അങ്ങനെയല്ല. ഇന്നിപ്പോ ജീവൻ എന്ന് പറയുന്ന വ്യക്തി അടുത്ത ദിവസം ഇപ്പൊ വ്യാഴാഴ്ച എന്റെ വീട്ടിലൊരു ഹോം മീറ്റിംഗ് പ്ലാൻ ചെയ്യണേ, അതിലാദ്യം ഞാനാ തീരുമാനം എടുക്കുന്നത്. നാളെ വൈകിട്ട് 5 മണിക്ക് എന്റെ വീട്ടിൽ ഞാൻ ഹോം മീറ്റിംഗ് പ്ലാൻ ചെയ്യും. ഓക്കെ, ഞാൻ തീരുമാനം എടുത്താൽ മാത്രം മതി, വേറെ ആരും തീരുമാനം വേണ്ട. ഞാൻ തീരുമാനം ഓക്കെ ആണെങ്കിൽ അടുത്തത് എന്ത് ചെയ്യണം, ഒരു ലീഡറിന്റെ അപ്പോയിന്റ്മെന്റ് വേണം. ഞാനൊരു ലീഡറിനെ വിളിച്ചിട്ട് ഞാനിപ്പോ ഓൾറെഡി ഷമീർ സാറിനെ വിളിക്കാം. ഷമീർ സാറേ എനിക്ക് നാളെ വൈകിട്ട് വ്യാഴാഴ്ച വൈകിട്ട് എന്റെ വീട്ടിലൊരു ഹോം മീറ്റിംഗ് ഉണ്ട് സാറേ, എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, സാറ് വരണം. ഞാൻ സാറിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തു. സുഹൃത്തെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരില്ലേ അവരെ നിങ്ങൾ പ്ലാൻ ചെയ്യണം. ആദ്യം വെറുതെ വിളിക്കുകയല്ല, പ്ലാൻ ചെയ്യണമെന്ന് പറയാൻ കാര്യം പലരും ഹോം മീറ്റിംഗ് എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാനാണ്. ചില പാർട്ടി മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ അവിടെ പോയി പറയുന്നത് അത് റോങ് ആണ്, സിസ്റ്റം ഔട്ടാണ്, റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല, 100% കിട്ടില്ല. ഇനി ഒരു അയൽക്കൂട്ടം നടക്കുമ്പോൾ അവിടെ ചെന്ന് പറയാൻ കുറെ ആൾക്കാരുണ്ടാവും, പക്ഷെ സിസ്റ്റം ഔട്ടാണ്, കിട്ടില്ല. സുഹൃത്തെ, ഗസ്റ്റിനെ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നറിയോ, നമുക്ക് ഓൾറെഡി നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും അല്ലെ, നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാരുടെ ലോട്ട് ഓഫ് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള അടുത്തുള്ള ആൾക്കാർ നമുക്കൊരു ഗ്യാങ് ഉണ്ടാവും. അതുപോലെ പല ഗ്യാങ്ങുകളുണ്ട്, റിലേറ്റീവ്സിന്റെ ഒരു ഗ്യാങ് ഉണ്ട്. സുഹൃത്തെ, ആ ഗ്യാങ്ങിൽ നിന്നും ഓരോ വ്യക്തികളെ നിങ്ങൾ സെലക്ട് ചെയ്യണം. എല്ലാവരെയും അല്ല, 2 or 3 പേരെ വേണ്ട. ഒരു ഗ്യാങ്ങിൽ നിന്നും ഒരു വ്യക്തിയെ വെച്ചിട്ട് അവരെ സെലക്ട് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യണം, ഒരു 10 വ്യക്തികളെ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കുക. ഇനി വിളിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, പലർക്കും ഹോം മീറ്റിംഗ് ഫെയിൽ ആയി പോകുന്നത് ഇൻവിറ്റേഷനിലാണ്. ഇൻവിറ്റേഷൻ നിങ്ങൾ BOP-യിലായിക്കോട്ടെ, നിങ്ങൾ ഹോം മീറ്റിംഗിലായിക്കോട്ടെ, കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളിലേക്ക് കാണിക്കാം. ഞാൻ പറയുന്നതല്ല, ഇതൊന്നും ഞാൻ പറയാനായിട്ട് നിങ്ങൾ കാണണ്ട, ഇത് സിസ്റ്റം പറയുന്നതാണ്. സിസ്റ്റം പറയുന്നത് ഇപ്പൊ ഞാൻ ജസ്റ്റ് നമ്മുടെ കൂടെയുള്ള നസീർ സാർ, ഈ നസീർ സാറിനെ ഞാൻ വിളിക്കുകയാണ്. ഞാൻ വിളിക്കണമെങ്കിൽ പലർക്കും ഫ്ലോപ്പ് പറ്റുന്ന എവിടെയെന്നറിയാം. ഞാൻ വിളിക്കുന്നു, നസീർ സാറെ നാളെ വൈകിട്ട് 5 മണിക്ക് എന്റെ വീട്ടിലേക്ക് വരണം, എന്റെ വീട്ടിലൊരു ഹോം മീറ്റിംഗ് വെക്കുന്നുണ്ട്, അടിപൊളി പ്രോഗ്രാമാണ്, പ്രൊഡക്റ്റ് ആണ്, നല്ല ബിസിനസ് ആണ്. ഞാൻ തന്നെ ഫോണിൽ കൂടി പറയും. സുഹൃത്തെ, ഇത് ഫ്ലോപ്പാണ്, അങ്ങനെ ചെയ്യരുത്, അത് റോങ് ആണ്, അത് സിസ്റ്റം ഔട്ടാണ്. കറക്റ്റ് ആയിട്ട് എങ്ങനെ വിളിക്കാം, നസീർ സാറിനെ കറക്റ്റ് ആയിട്ട് ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് ഹോം മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്, ആദ്യം ഞാൻ വിളിക്കുന്നു, നസീർ സാറെ ഫ്രീ ആണോ, അത് കോളിന്റെ ഒരു മര്യാദയാണോ. നമ്മൾ ആരെ വിളിച്ചാലും, നിങ്ങൾ ഒരു ലീഡറിനെ വിളിച്ചാൽ ആദ്യം ചോദിക്കുന്ന കാര്യം എന്താണ്, തിരക്കാണോ, ഫ്രീ ആണോ. ഇനി ഫ്രീ ആണെങ്കിൽ ഞാൻ നസീർ, ഇനിയിപ്പോ വേറൊരു കാര്യം, ഞാൻ നസീർ ഇക്ക എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പക്ഷെ ഞാൻ ഇൻവിറ്റേഷനിൽ നസീർ സാർ എന്ന് കൊണ്ടുവേണ്ട, ഞാൻ അങ്ങനെ നസീറിക്ക നാളെ എന്റെ വീട്ടില് ഓൾറെഡി ഞാൻ ചോദിക്കാം, നാളെ വൈകിട്ട് എന്താണ് നസീറിക്കയ്ക്ക് പരിപാടി. അപ്പൊ അദ്ദേഹം പറയുന്നത് നാളെ വൈകിട്ട് ജീവനെ വേറെ പരിപാടിയൊന്നും ഇല്ല, നാളെ ഞാൻ ഫ്രീ ആണ്, വർക്ക് കഴിഞ്ഞ് ഞാൻ ഫ്രീ ആണ്. നസീറിക്ക അങ്ങനെയാണെങ്കിൽ നാളെ വൈകിട്ട് 6 മണിക്ക് എന്റെ വീട്ടിലേക്ക് ഒന്ന് വരണം. അടുത്ത ചോദ്യം ഒന്ന് വരും, എന്താ ജീവനെ കാര്യം എന്ന് ചോദിക്കുമല്ലേ. സുഹൃത്ത്, എന്താ ജീവനെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് പതറുന്നത് പലരും. നമ്മളെന്ത് പറയും, ആ കാര്യം പറയണ്ട. നമ്മൾ പറയുന്നത്, സിസ്റ്റം പറയുന്നത് ഇങ്ങനെ പറയണം. നമ്മൾ നസീറിക്ക അത് നാളെ വൈകിട്ട് എന്റെ വീട്ടിലേക്ക് നസീറിക്ക ഒന്ന് വരണം. അപ്പൊ അദ്ദേഹം ചോദിക്കും എന്താ ജീവനെ കാരണം. ഞാൻ പറയുന്നത് നസീറിക്ക അതെ നസീറിക്കയും കൂടി പ്രയോജനമുള്ള കേസാണ് കേട്ടോ, വേറെ ഒന്നും ചിന്തിക്കണ്ട. ഒരു പ്രയോജനമുള്ള കേസായതുകൊണ്ട് ആ നേരിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ എന്റെ ഫ്രണ്ടും കൂടി വരുന്നുണ്ട്. അപ്പൊ ഒരു നല്ലൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ നസീറിക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതാണല്ലോ, അപ്പൊ ഇക്കൊന്ന് വരണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോ 1 or 2 വട്ടം കൂടി ചോദിക്കും. എന്ത് ചെയ്യും, ഇവനെ പറ, നമ്മൾ തമ്മിലുള്ള ബന്ധം ഇതാണോ. പക്ഷെ ഞാൻ എന്താ പറയാ, നസീറിക്ക അതല്ല, ഫോണിൽ കൂടി പറയാൻ പറ്റില്ല, കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാൻ കൂടിയുണ്ട്, നാളെ വൈകിട്ട് 6 മണിക്ക് വാ. എനിക്ക് അത് വരാൻ നേരത്തെ വീട്ടില് എന്ത് ചെയ്യണം, വൈഫിനെയും കൂടി ഒന്ന് കൊണ്ടുവരണം. ഞാൻ ആധികാരികമായിട്ട് പറയുന്നു, ഞാൻ വരുമ്പോ വൈഫിനെ, കാരണം എന്താണ്, നമുക്കൊരു ഡിസിഷൻ എടുക്കണ്ടേ, അപ്പൊ അവരും കൂടി വേണം. ഇങ്ങനെ പറഞ്ഞാൽ ആ വ്യക്തി വരുമോ ഇല്ലയോ, നിങ്ങൾ പറ. അവർക്ക് എന്താണെന്ന് പിടികിട്ടിയിട്ടില്ല, പക്ഷെ എന്താ പ്രയോജനമുള്ള കേസാണ്. സുഹൃത്തെ, നമ്മളൊരു സിനിമ കാണാൻ പോകുന്നത്, ഇപ്പൊ പൊടിയൻ എന്ന് പറഞ്ഞ സിനിമ 8 നില പൊട്ടിയതാണ്. ഞാനൊരു മോഹൻലാൽ ആരാധനയാണ്, പക്ഷെ അതിന്റെ ട്രെയിലർ കണ്ടിട്ട് പോയി കയറിയില്ല. അതിന്റെ ഒരു ട്രെയിലർ നമ്മളെ കാണിച്ചു. എന്ത് ചെയ്തു, ട്രെയിലർ കണ്ടപ്പോ അടിപൊളിയാണെന്ന് വിചാരിച്ച് നമ്മളെ ഇന്ന് കയറിയതാ, പക്ഷെ എന്ത് ചെയ്തു, പൊട്ടിപ്പോയി. സുഹൃത്തെ, ഞാൻ പറയുന്നത് അങ്ങനെ ആയിരിക്കണം ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് അവർക്ക് കൊടുക്കാതെ, എങ്കിൽ നല്ലൊരു കാര്യം അവർക്ക് പ്രയോജനം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ വരും. ഇനി വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്ന ഹോം മീറ്റിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ
മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ചിലപ്പോ ഹോം മീറ്റിംഗ് നമ്മൾ കറക്റ്റ് 5 മണിക്ക് വെച്ചാൽ 5 മണിക്ക് വരുന്ന ഒരു വ്യക്തി ഉണ്ടാവും. അവൻ വരുമ്പോ ചെയർ അടുക്കിയിട്ടേക്കണം കണ്ടു കഴിഞ്ഞാൽ അവര് മനസ്സിലാവും ഇവിടെ എന്തോ മീറ്റിംഗാണ് നടക്കുന്നത് അല്ലെ. നമ്മൾ പൊതുവെ മീറ്റിങ്ങിന് ഞാനോ നിങ്ങളോ ഒന്നും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അതുകൊണ്ടല്ലേ ഇന്നിപ്പോ ഏകദേശം 167 പേര് നമ്മുടെ ഇരിപ്പുണ്ട്. കാരണം ഒരു വീട്ടിലേക്കുള്ള വന്ന് കുത്തിയിരിക്കാന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല. നമ്മൾ എന്ത് ചെയ്യണം, വീട്ടിൽ ഇരിക്കേണ്ട രീതിയാണല്ലോ. അവിടെ ഇരുന്നോട്ടെ, വീട്ടിൽ ഓൾറെഡി വന്ന് ആൾക്കാർ വന്ന് ഇരിക്കേണ്ട സെറ്റപ്പിലൊക്കെ അവരിയ്ക്കട്ടെ, അവരിയ്ക്കും. ഞാൻ പറയുന്നത് 5 മണി നിങ്ങൾ ടൈം വെച്ചാൽ ഒരു 5:10 അപ്പുറത്തേക്ക് പോരും. 5:10 നിങ്ങൾ ചിലപ്പോൾ ഒരു 8 പേരെ വിളിച്ചിട്ടുണ്ട്, അല്ല 10 പേരെ വിളിച്ചിട്ടുണ്ട്, അതിലൊരു 6-7 പേര് വന്നു. 5:10 നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. സുഹൃത്തെ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹോം മീറ്റിംഗ് ഇപ്പൊ ഞാനാണ് കണ്ടക്ട് ചെയ്യുമെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അല്ലാതെ ലീഡറിനെ കൊണ്ട് പലരും പറയാൻ ഇങ്ങനെ ആള് വന്നു, ഞാൻ ഇരിക്കുന്ന എന്റെ ലീഡർ ഷമീർ സാറ് വന്ന് പ്ലാൻ പറയാൻ വന്നേക്കണേ, ഇത്രയും പേര് വന്നു. പലർക്കും സംഭവിക്കുന്ന റോങ്, ആ സാറെ തുടങ്ങിക്കോ, സാർ എന്ത് തുടങ്ങാനാണ് പോയി. അങ്ങനെയൊന്നുമല്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് പറയണം. ഇപ്പൊ ഞാനാണ് ഹോം മീറ്റിംഗ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത്, എന്റെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. ഞാൻ പറയണം, ഞാൻ വിളിച്ച വ്യക്തികൾ എല്ലാവരും വന്നു. ഓക്കെ, ഞാൻ വിളിച്ച വ്യക്തികൾ എല്ലാവരും വന്നു, ഒരുപാട് സന്തോഷം. കാരണം ഞാൻ വിളിച്ചത് വേറൊന്നുമല്ല, എനിക്ക് നല്ലൊരു പ്രൊജക്റ്റിന്റെ സംഭവം എനിക്ക് കിട്ടി. അപ്പൊ ഇദ്ദേഹമാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഇനി നിങ്ങൾക്ക് ലീഡർ എന്നൊക്കെ വിളിക്കാൻ എന്തെങ്കിലും ഒരു ചരപ്പന്റെ വിത്തുകളാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഷമീർ. അപ്പൊ ഷമീർ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, നിങ്ങൾ കേട്ടു നോക്കും. നല്ലൊരു പ്രൊജക്റ്റ് ആണ്. ഓക്കെ, ഇവിടെ വെച്ചിട്ട് എന്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഓക്കെ, ഇനി ഇടക്ക് കയറൽ എന്ന് പറഞ്ഞ സംഭവമില്ല. രണ്ടാമതൊരു കാര്യം, ഞാൻ പറഞ്ഞതിന് ശേഷം അവിടെ പോകരുത്. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഷമീർ സാറിന് പറയുന്നത് അവിടെ ഇരുന്ന് ഫുള്ള് കേൾക്കാൻ ബാധിച്ചാണ്. ഞാൻ എന്റെ രീതിയിൽ ഇരുന്ന് പുതുതായിട്ട് കേൾക്കുന്ന പോലെ ഞാൻ കേൾക്കും. കാരണം എന്താ പറയാ, എന്റെ ബന്ധുക്കള് എന്റെ സുഹൃത്തുക്കളാണ് വന്നിരിക്കുന്നത്. അവരെന്ത് ചെയ്യും, അവരെന്നെ നോക്കും. അതെനിക്കറിയാം. ഞാൻ ഷമീർ സാറ് പറയുന്നതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. സുഹൃത്ത്, അവിടെ ഷമീർ സാറിന് ചിലപ്പോൾ പല കാര്യങ്ങളും തെറ്റിപ്പോകാം. അവിടെ എന്ത് ചെയ്യരുത്, നിങ്ങൾ തിരുത്താൻ നിൽക്കണ്ട. സാറേ അത് ചെയ്, ഇത് ചെയ്, സാറേ മറ്റേ ഡെമോ കൊടുക്കും, ഒന്നും വേണ്ടത്. അത് ലീഡറിനറിയാം, ലീഡർ ചെയ്തോളൂ. കൃത്യമായിട്ട് ആ ലീഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സിസ്റ്റം പറയുന്നത് അതിനിടയിൽ ചായയോ ടീയോ ഒന്നും കൊടുക്കണ്ട. ഒരു മൊട്ടുസൂചി പോലും വീഴുന്ന പറയുന്ന ഹോം മീറ്റിങ്ങിനകത്ത് കൃത്യമായിട്ട് പാക്ക് ചെയ്തിട്ട് ലീഡർ കൊടുക്കും. ലീഡർ അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യും, അവരുടെ പ്രൊഡക്റ്റ് മനസ്സിലാക്കും. ചില ആൾക്കാർ പ്രൊഡക്റ്റ് എടുക്കും. ഇനി പ്രൊഡക്റ്റ് എടുക്കാത്ത ആൾക്കാരെ നിങ്ങൾ നിർബന്ധിക്കാനൊന്നും വേണം, വിട്ടുകളാ. പ്രൊഡക്റ്റ് എടുക്കാത്തവർക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് വേണം, വന്നല്ല, ഓക്കെ താങ്ക് യുടാ, ഞാൻ വിളിച്ചപ്പോ വന്നല്ലോ, ഓക്കെ. അവന് ഒരു സംഭവം മനസ്സിലാവണം, ഇത്രയും വലിയ പ്രൊജക്ട്, ഇത്രയും വരുമാനം കിട്ടുന്നതിൽ ഇവനെന്താ എന്നെ എടുത്തില്ലേ, അല്ലെങ്കിൽ എന്നോട് എന്താ എടുക്കാൻ പറയാം, ഈ സംഭവത്തിൽ വിടണമെന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പലരും ചിന്തിക്കുന്നത് എന്താ പറയുക, അയ്യോ നമ്മുടെ വീട്ടിൽ ഇത്രയും പേരെ വിളിച്ചിട്ട് നമുക്കൊരു സെയില് പോലും കിട്ടിയില്ലല്ലോ. സുഹൃത്തെ, ആ സെയില് കിട്ടാനായിട്ട് അടുത്തൊരു പ്രോസസ് ഉണ്ട്. അടുത്തൊരു പ്രോസസ് എന്താണെന്നറിയോ? ആ പ്രോസസ് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഹോം മീറ്റിങ്ങിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഓക്കെ, ഈ ഹോം മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു സംഭവമുണ്ട്, POP. ഷമീർ സാർ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുപോവാ. ഇന്നലെ കേരളത്തിൽ MRന്റെ ഫസ്റ്റ് POP നടന്നു, കണ്ണൂർ വെച്ചിട്ട് ഹൗസ്ഫുൾ പ്രോഗ്രാം. ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ മോട്ടിവേറ്റ് ആയത് കണ്ടപ്പോ ഞാൻ മോട്ടിവേറ്റ് ആയത് കാരണം എന്താ പറയുക സുഹൃത്തെ, ഇതുവരെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ള പ്രൊജക്ട് എല്ലാം, ഇതുവരെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ള കമ്പനി ഏത് നിങ്ങൾ പരിശോധിച്ചോ, പിഴിഞ്ഞ നാരങ്ങളാണ് കിട്ടിയേക്കണം. ശരിയല്ലേ? പിഴിഞ്ഞ് അതിന്റെ സത്തെടുത്തിട്ട് എന്ത് വരും, കേരളത്തിലേക്ക് വരും. കേരളത്തിന് 3, 4, 5 വർഷം കഴിഞ്ഞിട്ട് കേരളത്തിലേക്ക് വരും. അവിടെ നിന്നാണ് ഇപ്പൊ സൗത്ത് ഇന്ത്യൻ ടീം ഉൾപ്പെടെ അടിച്ചു കയറ്റുന്നത്. സുഹൃത്ത്, ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത മണിറായ മാർക്കറ്റിംഗ് നമ്മുടെ ഉള്ളം കയ്യിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനും നിങ്ങൾ തുടക്കക്കാരാ, അത് നമ്മുടെ മോട്ടിവേഷനാണ്. ഇന്നലെ ആദ്യത്തെ BOP നടന്നത് ഹൗസ്ഫുൾ BOP ആണ്. ഇനി എല്ലാ ജില്ലകളിലും BOPകൾ നടക്കും. നമ്മൾ ചിന്തിക്കുന്നത് എന്താ പറയാ, എല്ലാ POPയിലും നമ്മുടെ ഗസ്റ്റ് വേണം, നമ്മുടെ ടീം വേണം. അതിന് എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് ഇൻവൈറ്റ് ചെയ്യണം. ഒരു വ്യക്തി മാക്സിമം 5 വ്യക്തികളെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യണം. നമ്മുടെ BOPകളൊക്കെ ക്രൗഡ് ഹൗസ്ഫുൾ ആകണം. സുഹൃത്തെ, ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള ബിസിനസ് നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എന്നറിയോ, ഇതിന്റെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഇന്ന് കേരളത്തിൽ നിന്ന് പല സംസ്ഥാനങ്ങളിലേക്ക് ഈ പ്രൊജക്ട് പോകും. നിങ്ങൾ വിരലിലെണ്ണിക്കോ, പല സംസ്ഥാനങ്ങളിലേക്ക്, തമിഴ്നാട്ടിലേക്കും ആന്ധ്രയിലേക്കും ഗുജറാത്തിലേക്കും ഹരിയാനയിലേക്ക് നമ്മളുടെ ഡ്രീം പോകും. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ സ്വപ്നം കാണണം. അതൊരു ഡ്രീമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ 100% ഇത് ഉറപ്പായിട്ട് സംഭവിക്കും. പല സംസ്ഥാനങ്ങളിലേക്ക് ഇത് പോകും. അപ്പൊ POPകൾ എന്ത് ചെയ്യണം, നമ്മളുടെ സാന്നിധ്യം കൃത്യമായിട്ട് നിങ്ങൾ കൊണ്ടുവരണം. അവിടെ ലാസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഫോളോ. പലരും ചെയ്യാത്തൊരു സംഭവം, ഫോളോ അപ്പ് ആൻഡ് സെയിൽസ് ക്ലോസിംഗ്. സുഹൃത്തെ, ഹോം മീറ്റിങ്ങിന് വന്നൊരു വ്യക്തി, BOPക്ക് വന്നൊരു വ്യക്തി, 1-to-1 കൊടുത്തൊരു വ്യക്തി നമ്മുടെ ഇവിടെ ബിസിനസ് ആ സ്പോട്ടിൽ ചെയ്തിട്ടില്ലെങ്കിൽ 24 hours അവരെ ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, പലരും ലീഡേഴ്സ് നമ്മളോട് പറയുന്നത്, സാറേ ഞാൻ അവരെ ഫോളോ അപ്പ് ചെയ്തു, ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഫോണിലൂടെ ഉള്ളത് ഫോളോ അപ്പ് അല്ല, അത് സിസ്റ്റം ഔട്ടാണ്, നടക്കില്ല, പരിപാടി നടക്കത്തില്ല. കാരണം എന്ത് ചെയ്യണം, ഫോളോ അപ്പ് പറയുന്നത് ഫിസിക്കൽ ഫോളോ അപ്പ് ആണ്. അവരുടെ വാസസ്ഥലത്ത് നിങ്ങൾ പോയി കാണും,
നിങ്ങളൊരു വർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, നാളെ അത് ഫോളോ അപ്പ് ചെയ്യല്ല, നാളെ തന്നെ ഫോളോ അപ്പ് ചെയ്യണം 24 hours. അവിടെ അവരെന്ത് ചിന്തിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുതല്ലോ. ഇപ്പൊ ഞാൻ MRന്റെ പ്രൊഡക്റ്റ് BOPയിൽ വന്നു, നിങ്ങളുടെ കൂടെ ഞാൻ പറഞ്ഞു ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രൊജക്ടിനെ പറ്റി എന്ത് ചെയ്യും? എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ലല്ലോ. ഞാൻ വീട്ടിൽ വന്ന് സംസാരിക്കും, ഞാൻ പുറത്തെ എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കും. സുഹൃത്തെ ഇതെല്ലാം എനിക്ക് എന്ത് കിട്ടും? എനിക്ക് നെഗറ്റീവ് കിട്ടും. ഞാൻ നോക്കാൻ ചെയ്യാന്ന് പറഞ്ഞാൽ പോയാൽ തന്നെ ഞാൻ എന്ത് ചെയ്യണം? നെഗറ്റീവിൽ ഇരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് ആ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റിനെ പറ്റി മനസ്സിലാക്കി. ചിലപ്പോൾ ഞാൻ വന്നപ്പോ എന്റെ കൂടെ എന്റെ വൈഫ് ഉണ്ടായിരുന്ന കാണില്ല, പക്ഷെ വീട്ടിലെത്തുമ്പോൾ വൈഫിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റും. സുഹൃത്തെ അങ്ങനെ കൺവിൻസ് ചെയ്ത് ബിസിനസ് എന്ത് ചെയ്യും? സ്പോട്ടിൽ ഓപ്പൺ ആവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെന്ത് ചെയ്യാം? നിങ്ങളുടെ തൊട്ട് മുകളിലുള്ള ലീഡർ, അതിന് വലിയ വലിയ ലീഡേഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ലീഡേഴ്സുമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ സെയിലുകൾ ഒരുപാട് വരും കേട്ടാ. ഞാനിത് പറയുന്ന സിസ്റ്റമാണ്, എന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങളോ അല്ല. ഇത് സിസ്റ്റമാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. സുഹൃത്തെ ഇതില് ലാസ്റ്റ് സംഭവം എന്താ പറയാം? ലാസ്റ്റ് സംഭവം ഇത് അവസാനത്തെ നമ്മുടെ സ്ലൈഡാണ്. ആഫ്റ്റർ സർവീസ്. നമ്മുടെ കൂടെ ഒരു വ്യക്തി വന്നാൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ആഫ്റ്റർ സർവീസ് എപ്പോ ചെയ്യണം? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളൊരു കാർ വാങ്ങിച്ചു, ഞാൻ ഡയറക്ട് സെല്ലിങ്ങിലൂടെ കാർ വാങ്ങിച്ച വ്യക്തിയാണ്. അതിന് എത്ര നാൾ സർവീസ് ചെയ്യണം? ആദ്യത്തെ 1 മാസം ചെയ്താൽ മതിയോ? ഒരിക്കലുമല്ല. ഞാൻ എത്ര നാൾ ആ കാർ ഓടിക്കുന്നുണ്ടോ അത്രയും നാൾ ഞാൻ എന്ത് ചെയ്യണം? ആഫ്റ്റർ സർവീസ്. അതുപോലെ തന്നെയാണ് സുഹൃത്തെ, ഇവിടെ ഒരു ടീം നമ്മളുടെ കൂടെ വന്നാൽ അവരോട് നമ്മൾ എത്ര നാൾ കടപ്പെട്ടിരിക്കണം, അവരോട് നമ്മൾ എത്ര നാൾ അവർക്ക് വേണ്ട സർവീസ് കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആണ് കേട്ടോ. ലൈഫ് ലോങ് നമുക്ക് എന്ത് ചെയ്യണം? അവർക്ക് വേണ്ട സർവീസ് കൊടുക്കണം. ഇനി പുതിയൊരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് എന്ത് ചെയ്യണം? ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതെന്താണ്? അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് അവർക്ക്, ഞാൻ കൊടുത്ത ടീമിനോട് പറയാറുണ്ട്, നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാപനം. കാരണം അവരുടെ മുമ്പിൽ നിന്ന് നയിക്കാൻ നമ്മളുണ്ട്, അവർക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മളുണ്ട്. ബിസിനസ്സിൽ അവരോടൊപ്പം ഉണ്ട് സുഹൃത്തെ. ഇന്ന് രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് യുവർ ടൈം ആൻഡ് വർക്ക് കണ്ടീഷണലി ഫോർ 365 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഒരു വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണേ? നമ്മൾ ഏറ്റെടുക്കേ 365 ദിവസം നമ്മൾ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, ആഫ്റ്റർ സർവീസ് നമ്മുടെ ടീമിലേക്ക് നിരന്തരമായിട്ട് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ 100% ഞാൻ നിങ്ങളിലേക്ക് വരാം, നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും ഇതിലൂടെ. അതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുണ്ട്, പ്ലീസ് കീപ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ. അത് എന്ത് ചെയ്യണം? അത് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. പലർക്കും ഉള്ള സംഭവം എന്താ അറിയോ? നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ടീമിനോടല്ല എന്നുള്ളൊരു രീതി നമുക്കുണ്ട്. തീരുന്നു കേട്ടോ, കാര്യങ്ങളെല്ലാം തീർന്നു. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം എന്താ പറയുക, കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പലരോട് സംസാരിക്കും. ചിലപ്പോ MR സ്റ്റാർട്ട് ചെയ്യും പല ടീമില് നമ്മൾ അവരോട് നെഗറ്റീവ് സംസാരിക്കാറുണ്ട്. സുഹൃത്തെ, ഉള്ളിൽ നെഗറ്റീവ് എഴുതിയിട്ട് എത്ര ചിരിച്ചാലും എന്ത് ചെയ്യില്ല, നമ്മളുടെ ടീമില് ആ ചിരി പ്രതിഫലിക്കില്ല. കാരണം നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്താണോ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അത് മാത്രമേ നമ്മൾ പുറത്തേക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് 100 പറയാം, പോസിറ്റീവായിട്ട് ആരൊക്കെ ടീമിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, പോസിറ്റീവായിട്ട് ആരൊക്കെ ലീഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവായിട്ടുള്ള ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ഒരു ടീമിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. MRന്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിലെങ്ങനെ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യാൻ നമ്മൾ സംസാരിച്ചു. ഞാൻ പറയുന്നത് ആർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒറ്റ പ്രോഗ്രാം കൊണ്ടൊന്നും ഇത് ക്ലിയർ ചെയ്യുന്ന കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യം, ഞാൻ എപ്പോഴും പറയാറുള്ള എന്റെ പ്രോഗ്രാമിൽ, ഞാൻ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പാർട്ടായപ്പോൾ എവറി സാറ്റർഡേ എല്ലാ ശനിയാഴ്ചയും ഞാനിപ്പോ നിങ്ങളിലേക്ക് തന്ന ഈ ഒരു പ്രോഗ്രാം 3 മണിക്കൂറുള്ള ഫിസിക്കൽ പ്രോഗ്രാം മുഹമ്മദ് റാഫിദ് അന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് ആലപ്പുഴയിൽ വെച്ചിട്ടാണ്. ഞാനിപ്പോ നിൽക്കുന്നിടത്തുനിന്ന് ഏകദേശം 45 കിലോമീറ്റർ സഞ്ചരിക്കണം. ആ 45 കിലോമീറ്റർ സഞ്ചരിച്ച് എല്ലാ ആഴ്ചയിലും ഓരോ പ്രോഗ്രാം വെച്ചിട്ട് 100 രൂപ രജിസ്ട്രേഷൻ വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു 4 വർഷം മുമ്പേ. ഇത് കണ്ടിന്യൂസ് അറ്റൻഡ് ചെയ്യും, ഡയറിയിൽ എഴുതും. കേട്ട കാര്യങ്ങൾ ഡയറിയിൽ എഴുതി പഠിക്കും. കാരണം എന്താ പറയാ, നമ്മൾ ആരും ഒന്നും തികഞ്ഞ ആൾക്കാരില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല, ഒന്നും തികഞ്ഞ ഒരു വ്യക്തി എന്നുള്ളത്. ഞാൻ ഒരിക്കലും അങ്ങനെയല്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടേണ്ടതുണ്ട്. അത് പല പ്രോഗ്രാമിലൂടെ കിട്ടും. അത് നമ്മൾ മനസ്സിലാക്കുക, അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞിട്ട് ഈ സംഭവം ക്ലോസ് ചെയ്യണം. വേറെ ഒന്നുമല്ല, കാരണം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ഈ ഒരു ബിസിനസ് ആരൊക്കെയാണോ ആ ഒരു പൊട്ടൻഷ്യൽ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ഞാൻ പറയും, നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ മുൻനിർത്തി നമ്മൾ ബിസിനസ്സായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 365 ദിവസം നിങ്ങൾ ഇത് ഫോക്കസ് ചെയ്ത് അടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് അടിക്കാനായിട്ട് സാധിക്കും.
സൗത്ത് ഇന്ത്യൻ ടീമിന്റെ കോടീശ്വരന്മാരായിട്ട് മാറാനായിട്ട് സാധിക്കും. എന്തായാലും ഈ ഒരു മോർണിംഗ് മീറ്റില് നിങ്ങളെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഈ യാത്രയില് നിങ്ങളുടെ മുൻപില് എന്തായാലും ഞാനെന്ന് പറയുന്ന വ്യക്തി ഉണ്ടാകും. നിങ്ങളുടെ ഒരു സുഹൃത്തായിട്ടും കൂട്ടുകാരനായിട്ടും സഹോദരനായിട്ടും എല്ലാം ഞാൻ ഉണ്ടാവുമെന്ന് മാത്രം പറയുന്നു. എന്തായാലും എന്നെ ശ്രമിച്ച എല്ലാവർക്കും വലിയ വിജയങ്ങൾ എംആറിലൂടെ വരാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.